ഹായ് സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾ CA ഫൗണ്ടേഷൻ അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ മൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും. എന്താ, ഇനി നമ്മൾ CAയിലേക്ക് ഫൗണ്ടേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും കോർ സബ്ജക്റ്റിൽ ഒന്നാണ് അക്കൗണ്ടിങ്. അതെല്ലാവർക്കും അറിയാം. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലെ ഏറ്റവും കോർ സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഏത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒരു +1 +2 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണോ, ടോപ്പിക്സ് ആണോ പഠിക്കാനുള്ളത്? എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എന്തൊക്കെ അഡീഷൻസ് ഉണ്ട്, എന്തൊക്കെ ഡിലീഷൻസ് ഉണ്ട്? ദെൻ ഇനി ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആണ്, നമ്മൾക്കൊന്ന് സ്ട്രീം മാറാം എന്നോർത്തുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക്, CA ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മാറുന്ന ഒരാളെ സംബന്ധിച്ചാണ് എന്താണ് അക്കൗണ്ടിങ്, ഒരു ഓവറോൾ പിക്ചർ വേണ്ടേ? അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൽ തന്നെ ഓർക്കുക, CAയിലെ ഏറ്റവും കോർ പേപ്പറാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ്. CAയിലെ എല്ലാ ലെവലിലുള്ള ഏക പേപ്പർ എന്ന് പറയുന്നതും അത് അക്കൗണ്ടിങ് ആണ്. അതായത് ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ഫൈനൽ ലെവൽ ആയിക്കോട്ടെ, എല്ലാ പേപ്പറിലും എല്ലാ ലെവലിലും വരുന്ന ഏക ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇപ്പം അത് അക്കൗണ്ടിങ് ആണ്. ഏറ്റവും കോർ പേപ്പർ അക്കൗണ്ടിങ് ആണ്. എല്ലാ ലെവലിലെയും ഫസ്റ്റ് പേപ്പർ അക്കൗണ്ടിങ് ആണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും ഫസ്റ്റ്, ഇൻ്ററിലാണെങ്കിലും ഫസ്റ്റ്, ഫൈനലിലാണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് കവർ ചെയ്യാനുള്ള പേപ്പർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അപ്പം പൊതുവേ നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, അക്കൗണ്ടിങ് എളുപ്പമാണെങ്കിൽ അത്രത്തോളം എളുപ്പമായിരിക്കും നിങ്ങൾക്ക് CA ചെയ്യണം. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ 10th കഴിഞ്ഞപ്പോൾ തന്നെ CA തീരുമാനിച്ചു. അപ്പോൾ കൊമേഴ്സ് എടുത്തു. അപ്പോൾ അതിനകത്ത് അക്കൗണ്ടിങ് ആണ് കോർ പേപ്പർ എന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ അത് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു താല്പര്യം, ഇഷ്ടം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, CAയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ഈ ഒരു പേപ്പർ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഇത്രയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പം പിന്നെ CA ഫൗണ്ടേഷനിലേക്ക് വരുമ്പം നമുക്ക് പറയാനുള്ളത് ഒരു പ്രൊഫഷണൽ കോഴ്സസ് ആണ്. ഇന്ത്യയിൽ വെച്ച് ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റിയ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ്. പ്രൊഫഷണൽ കോഴ്സസിൽ ഏറ്റവും ടോപ്പ് കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് തന്നെ വരുന്നൊരു കോഴ്സാണ് എന്ത്, CA എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രികളിൽ ഒന്നാണ് CA എന്ന് പറയുന്നത്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിഗ്രികളിൽ ഒന്നാണ് CA എന്ന് പറയുന്നത്. അപ്പം ആ ഒരു എടുക്കാനുള്ള ആഗ്രഹത്തോടെ വരുന്ന നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. നല്ലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, +1 +2 ഒക്കെ നല്ല മാർക്കുണ്ട്, CAയിലേക്ക് വന്നു കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തോ ഭയങ്കര ടഫാണ്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഓർക്കും, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സാവണമെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം നമ്മൾ ചെയ്യരുത്. ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പോൾ SSLCക്ക് ആണെങ്കിലും +2-ലാണെങ്കിലും മിനിമം ആഗ്രഹിക്കുന്നവരാണ് ആ തോക്കുന്ന ഒരു പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും മിനിമം നോക്കി പഠിക്കാതിരിക്കുക. പിന്നെ ഒരു വാശി, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു വാശിയോടെ പഠിക്കുക. പിന്നെ ആത്മവിശ്വാസത്തോടെ പഠിക്കുക, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടെ പഠിക്കുക. പലതും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവും, ഒന്നും പേടിക്കണ്ട. പഠിക്കേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ CA എന്ന് പറയുന്നത്. പിന്നെ നല്ല ആഗ്രഹത്തോടെ പഠിക്കുക, ആത്മവിശ്വാസത്തോടെ പഠിക്കുക, പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുക, പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിക്കുക, പിന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സസാണ്. പിന്നെ ഒരു വാശി, ജീവിതത്തിൽ രക്ഷപ്പെടണം. നാളെ സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ നിന്നൊരു റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എത്തണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷണൽ അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ, നമ്മൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ എഴുതേണ്ട ഒരു അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ പഠിക്കാനുണ്ട്, നമുക്ക് ടോപ്പിക്സ് ഒന്ന് നോക്കാം. എന്തൊക്കെ പഠിക്കാനുണ്ട് ഫൗണ്ടേഷനിലെ ഫസ്റ്റ് പേപ്പറാണ് പേപ്പർ മെയിൻ അക്കൗണ്ടിങ്. ഇനി ഇതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളതിനെ 2 മൊഡ്യൂൾസായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളെ 2 മൊഡ്യൂൾസായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. 2 മൊഡ്യൂൾസ്. ഏതൊക്കെ? ഫസ്റ്റ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അവർക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നു കേട്ടോ. സയൻസുകാരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുള്ള ഒരു ഓവറോൾ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ +1 +2 കൊമേഴ്സ് കവർ ചെയ്ത ഒരാൾക്കാർ, ഒരു ഡിഗ്രി സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെ? തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, അക്കൗണ്ട്സിന് കുറച്ച് തിയറീസ് ഉണ്ട്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെയുള്ള കുറച്ച് തിയറി ഏരിയാസ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻസ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കുറച്ച് തിയറി ഏരിയാസാണ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുമ്പം അതിനകത്ത് നമുക്ക് ജേണൽ പഠിക്കാനുണ്ട്, ജേണൽ എൻട്രീസ് പഠിക്കാനുണ്ട്, ലെഡ്ജർ പഠിക്കാനുണ്ട്, ട്രയൽ ബാലൻസ് പഠിക്കാനുണ്ട്, പിന്നെ സബ്സിഡറി ബുക്സ് പഠിക്കാനുണ്ട്, ക്യാഷ് ബുക്സ് പഠിക്കാനുണ്ട്, പിന്നെ റെക്ടിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ചാപ്റ്റർ 2 കവർ ചെയ്യുന്നത്. ദെൻ
ചാപ്റ്റർ 3 ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പൊതുവെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എന്താണെങ്കിലും അറിയായിരിക്കും ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇൻവെൻട്രീസ് പഠിക്കാനുണ്ട്. ഇൻവെൻട്രീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക്, അത് നോർമലി എല്ലാവരെ സംബന്ധിച്ചൊരു പുതിയൊരു ഏരിയ ആയിരിക്കും. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അറിയാം, പക്ഷേ അതിന് വാല്യുവേഷൻ കുറേ മെത്തേഡ്സ്, ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, നോർമലി ഡിപ്രീസിയേഷൻ എങ്ങനെ വാല്യൂ ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം പഠിച്ചിട്ടുണ്ടാവും. എക്സ്ട്രാ കുറച്ച് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓർ പ്രിപ്പറേഷൻ, ഇതൊക്കെ നോർമലി ഒരു ബേസിക് ലെവലെങ്കിലും നിങ്ങൾ +1 +2 കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതും +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു എക്സംഷൻ കൊടുക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. ചിലർക്ക് സിലബസിലുണ്ട്, പക്ഷേ പഠിക്കേണ്ട എക്സംഷൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് CA അങ്ങനെ എക്സംഷൻസ് ഒന്നുമില്ല കേട്ടോ. ദെൻ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ചിലരത് ബേസിക്കലി പഠിച്ചിട്ടുണ്ടാവും, ഒരു ബേസിക് ലെവൽ. ചിലരെ സംബന്ധിച്ച് പുതിയ ഏരിയ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് നിങ്ങൾ +2 ഒരു നോർമൽ ഒരു സ്റ്റേറ്റ് സിലബസുകാരെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് തന്നെ ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പ്ലസ് എക്സ്ട്രാ കുറച്ച് ഏരിയാസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ കമ്പനി അക്കൗണ്ട്സ്, കമ്പനിയുടെ ഷെയർ ഇഷ്യൂ, ഷെയർ റിലേറ്റഡ്, ഡിബഞ്ചർ റിലേറ്റഡ്, ബോണസ് ഷെയർ, റൈറ്റ് ഷെയർ, അങ്ങനെ കുറച്ച് കമ്പനി അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് ചിലർ ജസ്റ്റ് ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. AFS ഉള്ളവർ അല്ലെങ്കിൽ CBSE സിലബസിലുള്ളവർ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റേറ്റുകാർ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്താണെങ്കിലും ഇതെല്ലാം ഫ്രം ദ വെരി ബേസ് തൊട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി എന്നും പറഞ്ഞുകൊണ്ടല്ല, നമ്മൾ ഫ്രം ദ വെരി ബേസ് തൊട്ട് സ്ക്രാച്ച് തൊട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. പറയാനാണെങ്കിൽ സിമ്പിൾ, 11 ചാപ്റ്ററുകളേ ഉള്ളൂ. 2 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ ഈ 11 ചാപ്റ്ററുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഏകദേശം മനസ്സിലാവും, ഒരു +1 +2 സ്റ്റുഡൻറ്റ് നിങ്ങൾ 2 വർഷം കൊണ്ട് പഠിച്ചതിന് തുല്യമായിട്ടുള്ള വോളിയം നമുക്കിവിടെ പഠിക്കാനുണ്ട്. ബട്ട് +2 കഴിഞ്ഞ് നമുക്കൊരു പഠിക്കാൻ കിട്ടുന്നൊരു സമയം എന്ന് പറയുന്ന ഒരു 6 to 8 months ഒക്കെ ആയിരിക്കും നമുക്ക് ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടി കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ ഫൗണ്ടേഷനിലെ പ്രശ്നം ഇത്രേ ഉള്ളൂ, വോളിയം കണ്ടൻറ്റ് അല്ല ഇതിനെ ടഫാക്കുന്നത്. വോളിയം പഠിക്കാൻ കിട്ടുന്ന സമയം നിങ്ങൾ +1 +2 2 വർഷം എടുത്ത് പഠിച്ചത് ഇവിടെ ഒരു 6 മാസം 8 മാസം കൊണ്ട് പഠിച്ചു തീർക്കണം. ക്ലിയർ? പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ ഇച്ചിരി കൂടുതലുണ്ടാവും, കാരണം നമ്മളോട് കുറച്ചൊന്നും ചിന്തിക്കാനുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. ലെവൽ ഇച്ചിരി കൂടുതലുണ്ടാവും, പക്ഷേ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചതിനൊരു സിമിലർ ആയിരിക്കും. കാരണം ഇത് വെച്ചിട്ട് നിങ്ങളുടെ സിലബസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഈ സയൻസ് സ്റ്റുഡൻ്റ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു പേപ്പർ നിങ്ങളെ സംബന്ധിച്ച് പുതിയതാണല്ലോ, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഫ്രം ദ വെരി ബേസ്, നിങ്ങളൊന്നും അറിയത്തില്ലാതെ വരുന്നൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് പഠിപ്പിക്കുക. ക്ലാസ്സിലേക്ക് വരുമ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോട്ടെ, അറിയാത്തവരായിക്കോട്ടെ, ഒന്നും അറിയത്തില്ലാത്തവന് ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മിക്ക അറ്റംപ്റ്റിലും ചിലപ്പം ഈ ഒന്നും അറിയത്തില്ലാത്ത വന്ന ആൾക്കാരായിരിക്കും ചിലപ്പം ടോപ്പ് വരുന്നത്, ചിലപ്പോൾ സെക്കൻഡ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിലെ റിസൾട്ട് ആണെങ്കിൽ കൂടി സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്, അക്കൗണ്ട്സിൻ്റെ ടോപ്പ് മാർക്കിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അതൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു സ്റ്റുഡൻറ്റ്. ദാറ്റ് മീൻസ് ആർക്കും സ്കോറിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല, ഇനി പഠിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചെടുക്കും. അപ്പം ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു വാശിയോടെ വരുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം കേട്ടോ, എങ്കിൽ ഫുൾ സപ്പോർട്ടോടെ നമ്മളുണ്ടാവും. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, ഫൗണ്ടേഷൻ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതെല്ലാം എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ബേസിക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, എന്താണ് അക്കൗണ്ടിങ്, ചിലപ്പം നിങ്ങൾ പല പല രീതിയിലായിരിക്കും പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ബേസിക്, എങ്ങനെ നിങ്ങൾ ഇതിലെ ജേണലിൽ, ഈ അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്ന ജേണലിൽ എങ്ങനെ ഓരോ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നത് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊന്ന് കവർ ചെയ്യാം. സോ ഒരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എക്സാം 100 മാർക്കിൻ്റെ പേപ്പറായിരിക്കും, 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലിയർ? ഇതിൽ നിന്ന് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത് എല്ലാ ഓവറോൾ ടോപ്പിക് എല്ലാം കൂടെ കവർ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉള്ളത്. കൂടുതലും പ്രോബ്ലംസ് തന്നെയായിരിക്കും, തിയറികൾ ഉണ്ടെങ്കിലും കൂടുതലും പ്രോബ്ലംസ്, ഒരു 90% പ്രോബ്ലംസ്, ഒരു 10% തിയറീസും ഒക്കെ ആയിരിക്കും നമുക്ക് വെയിറ്റേജ് വരുന്നത്. CAയിൽ അത്യാവശ്യം ഒരു സ്കോറിംഗ് പേപ്പറുകളിൽ ഒന്ന് തന്നെയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും എക്സാം. സോ ബാക്കി നമുക്ക് എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കത് സിലബസൊക്കെ കവർ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അക്കൗണ്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് അക്കൗണ്ടിങ്? ആരെങ്കിലും നമ്മളോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും, അക്കൗണ്ടിങ് എന്താണ്? പൊതുവെ എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കൊമേഴ്സുകാർ പറയുന്ന ഡയലോഗുണ്ട്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ദ സിഗ്നിഫിക്കന്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ. കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഡെഫിനിഷൻസ് എക്സാമിന് എഴുതി മാർക്ക് മേടിക്കാൻ കൊള്ളാം.
ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് വന്ന് ചോദിക്കുക, ഇപ്പം ഞാൻ ചെയ്യാണ്, എൻ്റെ ഒരു ഫാമിലി മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു 10th കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടായി ഞാനിപ്പം കൊമേഴ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകും, അവിടെ അക്കൗണ്ടിങ് ഒരു പേപ്പർ ഉണ്ടെന്ന് കേട്ടു, അപ്പം എന്താ അക്കൗണ്ടിങ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയത്തില്ലാത്ത ഒരാളുടെ ഫ്രണ്ടിൽ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവും, എക്സാമിനൊക്കെ. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഇത്രയും സിമ്പിളി ഇത്രയും പറയാം. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരു ലാംഗ്വേജിൻ്റെ പർപ്പസ് എന്താ? കമ്മ്യൂണിക്കേഷൻ അല്ലേ? അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സിമ്പിളി നിങ്ങളൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ എന്താ ബിസിനസ്? ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന പർപ്പസോടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെയും എന്തെന്ന് വിളിക്കാം? ബിസിനസ്. ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന പർപ്പസോടെ നിങ്ങൾ ചെയ്യുന്ന എന്തിനേയും എന്തെന്ന് വിളിക്കാം? ബിസിനസ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണെന്ന് എങ്ങനെ അറിയും? പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിങ് എന്നൊരു ലാംഗ്വേജ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങളുടെ ബിസിനസ്സിൽ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഒരു ബിസിനസ്സുകാരന് കറക്റ്റ് പ്രോഫിറ്റ് മാത്രം അറിഞ്ഞാൽ മതിയോ? ഒരു വർഷം അവർ എത്ര രൂപയുടെ, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെന്ന് കരുതി, ബേസിക്കലി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു വർഷം ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ടെന്ന് അത് ബില്ലെല്ലാം കൂടി ഇരുന്ന് കൂട്ടിയാൽ പോരെ? അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഈ വർഷം കൊണ്ട് ഇത്ര സെയിൽ നടന്നിട്ടുണ്ട്, ഈ മന്ത് ഇത്ര സെയിൽ നടന്നിട്ടുണ്ട് പറയാൻ വേണ്ടി പറ്റും. എത്ര രൂപയുടെ ഗുഡ്സ് ഈ വർഷം മേടിച്ചിട്ടുണ്ട്, ഈ മന്ത് മേടിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് പറയാം. ഇനി ഒരാൾ നമ്മൾ കടത്തിന് ഗുഡ്സ് വിറ്റിട്ടുണ്ട്, അയാൾ എത്ര തരാനുണ്ട്, ബുക്കിൽ നിന്ന് എല്ലാം കൂടെ ചെക്ക് ചെയ്യുന്നതിന് വരാം. അക്കൗണ്ട്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? റെഡി ആയിട്ട് നമുക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റും. എത്ര രൂപയുടെ റെൻറ്റ് ഒരു വർഷം നമ്മൾ കൊടുക്കുന്നുണ്ട്, എത്ര സാലറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എത്ര കൊടുക്കുന്നുണ്ട്, എത്ര രൂപയുടെ മിഷനറീസ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്, എത്ര സ്റ്റോക്ക് ഇപ്പം നമുക്കുണ്ട്. അങ്ങനെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഫിനാൻഷ്യലി നമ്മൾ അറിയേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ട്. സോ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ട്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി കാണുമല്ലോ അല്ലേ? ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? ഇതൊറ്റ ലൈനിൽ നിർത്തരുത് കേട്ടോ, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എന്നിട്ട് അങ്ങനെയല്ല, ഒരു ലാംഗ്വേജിൻ്റെ പർപ്പസ് എന്താ? നമ്മുടെ കയ്യിലുള്ള മനസ്സിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ബിസിനസ്സിന് കുറച്ച് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രോഫിറ്റ് എത്ര ടോട്ടൽ സെയിൽസ് ഉണ്ട്, എത്ര ടോട്ടൽ പർച്ചേസ് നടന്നിട്ടുണ്ട്, എത്ര ടോട്ടൽ ബാക്കിയുള്ള എക്സ്പെൻസസ് ഒക്കെ ഓരോന്ന് എത്ര വന്നിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര അസറ്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, എത്ര ലൈബിലിറ്റീസ് ഉണ്ട്, ഇനി ഗുഡ്സ് മേടിച്ചിട്ട് ഇനി പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവർക്കൊക്കെ ടോട്ടൽ എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്. ഇങ്ങനെ ഫിനാൻഷ്യലി ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണെന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലോ, ബിസിനസ്സിൽ ഒരുപാട്, ഇപ്പോൾ ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ലേ? അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം പ്രോപ്പറായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് എന്ത്? ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ റെക്കോർഡിങ്, ബിസിനസ്സിൽ ഈ ഒരു ട്രാൻസാക്ഷൻ ഒരു ദിവസം തന്നെ നമ്മളൊരു 10-100 ആൾക്കാർക്ക് വിറ്റിട്ടുണ്ടാവും. അവരുടെ അടുത്ത് നിന്ന് ചിലരുടെ അടുത്ത് നിന്ന് അപ്പോൾ തന്നെ പൈസ കിട്ടിയിട്ടുണ്ടാവും, ചിലർ കടം പറഞ്ഞിട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ക് നമ്മൾ എഴുതി വെക്കണ്ടേ? അങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എഫക്റ്റുള്ള ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി വെക്കുന്ന ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ഇനി ജേണലിന് പകരം ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ബുക്ക് കൂടി ഉപയോഗിക്കുന്നുണ്ട്, അതാണ് സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നത്. 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എവിടെ എഴുതാം? ജേണൽ എഴുതാം, അല്ലെങ്കിൽ സബ്സിഡറി ബുക്സിൽ എഴുതാം. സബ്സിഡറി ബുക്സ് എന്ന് പറഞ്ഞാൽ ജേണലിന് പകരം ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്ക്. അപ്പം ഫസ്റ്റ് നമ്മൾ ജേണലിൽ ഈ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതി വെക്കും എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിലൊന്ന് പഠിക്കുന്നത് കേട്ടോ. അക്കൗണ്ട്സിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഒരു ജേണലിൽ ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ വന്നാൽ അത് ജേണലിൽ എങ്ങനെ എഴുതണം എന്ന് പഠിക്കലാണ് അക്കൗണ്ട്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതുവരെ പഠിക്കാത്ത ഒരാളാണെങ്കിലും ഇനി എങ്ങനെ പഠിച്ച ആൾക്കാരാണെങ്കിലും എങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ചെയ്യുന്ന കാര്യങ്ങൾ. ഈ പ്രൊഫഷനിലെ ഏറ്റവും ടോപ്പ് അതോറിറ്റിയാണ് നമ്മളെന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ടോപ്പ് അതോറിറ്റി, ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതായിരിക്കും സി എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് വരുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം, ക്ലാരിറ്റി നമുക്കുണ്ടാവണം. അപ്പോൾ ക്ലാരിറ്റിയോടെ എന്താണ് ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സി എക്ക് വരുമ്പോൾ അക്കൗണ്ടിങ് എന്ന പേപ്പർ പഠിക്കുകയാണോ മനസ്സിലാക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കുകയാണോ ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് മനസ്സിലാക്കി കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എന്നും നിങ്ങളത് ഓർത്തിരിക്കും. ഒരുപാട് എഫോർട്ട് ഇല്ലാതെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ജേണലിൽ എങ്ങനെ എഴുതണം. ജേണൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്, ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്നാണ് ജേണൽ അറിയപ്പെടുന്നത്. ജേണലിൻ്റെ ഫോർമാറ്റ് ഇത്രേ ഉള്ളൂ. ഫോർമാറ്റ് ആദ്യം ഒന്ന് പഠിച്ചു വെച്ചേക്ക്.
ഡേറ്റ് കോളത്തിൽ നമ്മൾ എന്ത് എഴുതുമായിരിക്കും? ഡേറ്റ് എങ്ങനെ എഴുതും? എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഡേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റ് സപ്പോസ് 19 May 2025 ഇങ്ങനെ എഴുതാം. 19/5/25 എന്ന് എഴുതാം. 5/19 ചിലപ്പം ആദ്യം മന്ത് പിന്നെ ഡേറ്റ് 25 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2025 May 19 എന്ന് എഴുതാം. അല്ലെങ്കിൽ 19 May 2025 പല പല രീതിയിൽ എഴുതാം. ഇത്രേ ഉള്ളൂ. ഡേറ്റ് ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് വെക്കുക. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. ട്രാൻസാക്ഷൻ നടന്ന, ബിസിനസ്സിൽ നടന്ന, ഇടപാട് നടന്ന ആ ഒരു ഡേറ്റ് കോളത്തിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഡേറ്റ് കോളം എഴുതാൻ പഠിച്ചില്ലേ? അതിപ്പോൾ എങ്ങനെ എഴുതിയാലും മതി. ആൾക്കാർക്ക് മനസ്സിലാവണം ഇന്ന ഡേറ്റ് നടന്ന ട്രാൻസാക്ഷനാണ്. ഡേറ്റിൻ്റെ ഓർഡറിലായിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത്. അത് 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ആ ഓർഡറിലായിരിക്കും നമ്മൾ ജേണലിലെല്ലാം എഴുതി വെക്കുന്നത്. ജേണലിലെ ഫോർമാറ്റ് ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് പഠിച്ചില്ലേ? ഡേറ്റ് കോളം എഴുതാൻ പഠിച്ചില്ലേ? സിമ്പിൾ. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്ത് എഴുതും, എങ്ങനെ എഴുതും? അത് അക്കൗണ്ടിങ് പഠിച്ച ഒരാൾക്ക് പർട്ടിക്കുലേഴ്സ് ജേണലിലെ പർട്ടിക്കുലേഴ്സ് കോളം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ടിങ് പഠിച്ച ഒരാൾക്ക് പ്രോപ്പറായിട്ട് ജേണലിലെ പർട്ടിക്കുലേഴ്സ് കോളം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പഠിപ്പിക്കാം. ഇതായിരിക്കും ഞാനിന്ന് പഠിപ്പിക്കുന്നത്. ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്ത് എഴുതണം. ദെൻ LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ കോളം. ഇനി ലെഡ്ജർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജേണലിൽ എഴുതിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് കൂടെ നമ്മൾ കോപ്പി ചെയ്ത് എഴുതും. ഈ ജേണലിൽ എഴുതിയ ട്രാൻസാക്ഷൻ എല്ലാം ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് കൂടെ നമ്മൾ കോപ്പി ചെയ്തെഴുതും. അങ്ങനെ എഴുതുമ്പം ആ ലെഡ്ജറിലെ ഏത് പേജിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ള റെഫറൻസ് ആണ് ഈ ലെഡ്ജർ ഫോളിയോ കോളം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രാക്ടിക്കലി ജേണലിൽ എഴുതിയത് ലെഡ്ജറിലെ ഏത് പേജിലേക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ള പേജ് നമ്പർ ആയിരിക്കും ഈ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എഴുതുക. പേജ് നമ്പർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഈ കോളം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 2 എമൗണ്ട് കോളം, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. അതെന്താണെന്ന് ഞാൻ പറയാം. എമൗണ്ട് കോളം 2 എണ്ണം വേണം, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ട്. ഇനി എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എങ്ങനെ എഴുതണം? സിമ്പിളി 1 lakh ആണ് 1 lakh, 1 CR ആണെങ്കിൽ 1 crore ആണെങ്കിൽ 1 crore. എങ്ങനെ എഴുതണം? ഞാൻ 2 രീതി തരാം. ഇങ്ങനെ എഴുതണോ, അതായത് ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്ത് കോമയൊന്നും ഇടാതെ എഴുതണോ, അതോ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് കോമയൊക്കെ ഇട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതണം? ബെറ്റർ പ്രസൻറ്റേഷൻ, ഒരാൾക്ക് റീഡ് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് 2ാമത്തെ പ്രസൻറ്റേഷനല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നല്ലത്. ഇനി ഞാൻ അല്ലാതെ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 0 ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. 0 കുറഞ്ഞു പോരുത്, അത്രേ ഉള്ളൂ. എമൗണ്ട് ഒരു ആൾക്ക് വായിക്കുമ്പോൾ ഇന്ന എമൗണ്ട് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എമൗണ്ട് കോളത്തിൽ എഴുതണം. 2 എമൗണ്ട് കോളത്തിൽ എഴുതി വെക്കണം, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഇതെന്താണെന്ന് ഞാൻ പറയാം. എന്താ ഡെബിറ്റ് ക്രെഡിറ്റ് എഴുതണം. അപ്പോൾ ഫോർമാറ്റ് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും പഠിച്ച ആൾക്കാരാണെങ്കിലും ഫോർമാറ്റ്, ജനറൽ ഫോർമാറ്റ് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇനി CA-ലേക്ക് വരാം, ഫൗണ്ടേഷനിലേക്ക് വരാം കേട്ടോ. എന്തൊക്കെ പഠിക്കാനുണ്ട്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഫോർമാറ്റ് പറയുമ്പോൾ LF ചെയ്താൽ കേട്ടോ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഒരു ഡൗട്ട്, ഏറ്റവും കൂടുതൽ സ്പേസ് ചെയ്ത് കോളത്തിന് വേണം. ഡേറ്റ് എഴുതാൻ പാകത്തിന് ഇത്ര സെൻറ്റിമീറ്റർ എന്ന് കണക്കൊന്നുമില്ല. ഏറ്റവും വലിയ കോളം ഇത് വേണം, പർട്ടിക്കുലേഴ്സ്. ചെറിയ കോളം മതി LF, പേജ് നമ്പർ എഴുതാൻ. പിന്നെ എമൗണ്ട് എഴുതാൻ പാകത്തിന് എമൗണ്ട് കോളം. ക്ലിയർ? അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ടത് ഏതിനാ? ഈ പർട്ടിക്കുലേഴ്സ് കോളം. ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്ത് എഴുതും എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ലാംഗ്വേജ് ആൻഡ് പർപ്പസ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഡേറ്റുടെ കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ്, ഒരു വർഷത്തെ പ്രോഫിറ്റ് എത്ര കിട്ടാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര ഇൻകംസ് വന്നിട്ടുണ്ട്, എത്ര എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, മെയിൻലി അതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻ എല്ലാം കൂടെയോ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുമോ? വളരെ കുറച്ച് ട്രാൻസാക്ഷൻ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഫോറിൻ ഇമ്പോർട്ടഡ് കാറിൻ്റെ ഡീലറാണ്. ഞാൻ ഈ വർഷം ഒരു 1 CR കാർ മേടിച്ചു. 1.5 CR അത് വിറ്റു. 0.5 CR പ്രോഫിറ്റ്, അതായത് 50 lakh പ്രോഫിറ്റ്. ഇതറിയാൻ വേണ്ടി നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യണോ? ട്രാൻസാക്ഷൻ വളരെ കുറവാണെങ്കിൽ ഒന്നും എഴുതി വെക്കണ്ട. ട്രാൻസാക്ഷൻ കൂടുതലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, അവിടെയൊക്കെ ആണെങ്കിലോ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ബുക്കുകളുണ്ട്, ജേണലും സബ്സിഡറി ബുക്സും. അതിലെ ജേണലിൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജേണലിൻ്റെ ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ലെഡ്ജർ ഫോളിയോ, ദെൻ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. സ്റ്റെപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ജേണൽ. അതിൽ ഈ പർട്ടിക്കുലേഴ്സ് കോളം എങ്ങനെ ഫില്ല് ചെയ്യണം? ഐഡൻറ്റിഫിക്കേഷൻ 2 അക്കൗണ്ട്സ് ഫ്രം ഈച്ച് ട്രാൻസാക്ഷൻ. ഏതൊരു അക്കൗണ്ട്സ് കിട്ടിയാലും അതിൽ നിന്ന് 2 ആസ്പെക്ട്സ്, 2 വാക്കുകൾ കണ്ടുപിടിക്കുക. ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് 2 വാക്കുകൾ വെച്ച് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഈ കണ്ടുപിടിച്ച അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുക, ഡെബിറ്റും ക്രെഡിറ്റും ഐഡൻറ്റിഫൈ ചെയ്യുക, ജേണൽ പ്രിപ്പയർ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്താ സംഭവിച്ചേ? നമ്മൾക്ക് 2 രീതിയിൽ എഴുതാൻ അറിയാം ഒരു കാര്യം. വളരെ ഷോർട്ടായിട്ടും, ചില ആൾക്കാരോട് സംസാരിച്ചാൽ വളരെ ഷോർട്ടായിട്ട് സംസാരിക്കും, ചിലർ ഭയങ്കര എലാബറേറ്റ് ചെയ്ത് സംസാരിക്കും. അതുപോലെ നമുക്കൊരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്, ഒരു പാർട്ടി വന്നു, 1 lakh rupees ഷർട്ട്, പാൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു. പൈസ ഇനി 1 month കഴിഞ്ഞിട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്.
ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണേൽ വലിച്ചു വാരി എഴുതി വെക്കും. കുറേ സെൻറ്റൻസസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ഇന്ന ആൾക്ക് ഇത്രയുടെ ഗുഡ്സ് വിറ്റു, ഷോർട്ടായിട്ട് നമുക്ക് എഴുതി വെക്കാം. അക്കൗണ്ടിങ് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതി വെക്കുന്നത്? വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാലോ, വലിയ ബിസിനസ് ആണെങ്കിലോ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നെ കുറേ ബുക്ക് തീരും, പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ എത്രയും പെട്ടെന്ന് അത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രൊസീജിയർ. അതുകൊണ്ട് നമ്മളൊരു ട്രാൻസാക്ഷൻ ബിസിനസ് നടന്നാൽ അതിൽ നിന്ന് 2 വേർഡ്സ് മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ എവിടെ എഴുതുന്നത്? ജേണലിൽ എഴുതുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് 2 വേർഡ്സ് അത് മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ എവിടെ എഴുതുന്നത്? ജേണലിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിലോ വെറും 2 വാക്കുകൾ മാത്രമായിരിക്കും എഴുതി വെക്കുന്നത്. ആ വാക്കുകൾക്ക് പറയുന്ന പേരാണ് ജേണലിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ട ആ വാക്കുകൾക്ക് പറയുന്ന പേരാണ് അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും എഴുതി വെക്കേണ്ട ഇങ്ങനത്തെ 2 വാക്കുകൾ കണ്ടുപിടിക്കുക, 2 അക്കൗണ്ട്സ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? അപ്പം വലിച്ചു വാരിയായിരിക്കോ ഷോർട്ടായിട്ട് എഴുതുന്നത്? ഷോർട്ട് മീൻസ് ഏതൊരു ട്രാൻസാക്ഷൻ വന്നാലും അത് 2 വാക്കുകൾ നമ്മൾ എടുത്ത് എഴുതി വെക്കും. ഒരു ട്രാൻസാക്ഷൻ വന്നാൽ അതിൽ നിന്ന് ആവശ്യമുള്ള 2 വാക്കുകൾ മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ എവിടെ എഴുതുന്നത്? ജേണലിലെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതി വെക്കുന്നത്. അങ്ങനെ എഴുതുന്ന ആ വാക്കുകൾക്ക് പറയുന്ന പേരാണ് വാക്കുകൾ. മലയാളത്തിൽ വാക്കുകൾ എന്ന് പറയും, ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറയും, ഹിന്ദിയിൽ വാക്യം എന്ന് പറയും. അതേപോലെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ ജേണലിൽ എഴുതി വെക്കുന്ന ആ വാക്കുകൾക്ക് പറയുന്ന പേരാണ് അക്കൗണ്ട്സ്. ക്ലിയർ? ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, ബേസിക് ഒരു ക്വസ്റ്റ്യൻ. ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നു കേട്ടോ. ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് അക്കൗണ്ടിങ് എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ഐഡിയ. ദെൻ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് മെസ്സേഡ്സ്. ഇതിങ്ങനെ വായിക്കുന്നത് മെസ്സേഡ് ജീവൻ ഫുഡ് വേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരാളുടെ ഫ്രണ്ടിൽ എം ആർ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ, MS എന്ന് പറഞ്ഞാൽ മിസ്, അല്ലെങ്കിൽ MRS മിസ്സസ്. അപ്പോൾ MRS എന്ന് പറഞ്ഞാലോ ഒരു ബിസിനസ്സിൻ്റെ പേര് എഴുതുന്നതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എഴുതുന്ന സല്യൂട്ടേഷനാണ് എന്തെന്ന് പറയുന്നത്? MRS. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ് മെസ്സേഡ്സ്, MESSRS, മെസ്സേഡ്സ്. ഇതിങ്ങനെ വായിക്കണം. M/S എന്നൊന്നും വായിച്ചേക്കരുത് കേട്ടോ. M/S അല്ല, മെസ്സേഡ്സ്. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ പേരായിരിക്കും ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് മെസ്സേഡ്സ് ജീവൻ ഫുഡ് വേസ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2025. ജീവൻ ഫുഡ് വേസ് എന്ന് പറയുന്നത് എന്ത് കട? ഒരു ഫുഡ്വെയർ ഷോപ്പ് കട. ആ കടയിലെ ട്രാൻസാക്ഷൻസാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് 1/3/25. ജീവൻ സ്റ്റാർട്ടഡ് എ ഫുഡ്വെയർ ഷോപ്പ് നെയിംഡ് ജീവൻ ഫുഡ് വേസ് വിത്ത് ക്യാഷ് 80,000. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇനീഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്കറിയാലോ കൈ കുറച്ച് ഫണ്ട് വേണ്ടേ? അങ്ങനെ ഒരു 80,000 റുപ്പീസ് ക്യാഷ് റെഡിയാക്കി. ദെൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. ഈ ക്യാഷിൽ ഒരു 30,000 ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ്. ഇപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത് GPay ഉണ്ടോ, അക്കൗണ്ട് ഉണ്ടോ? അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഒരു ഫുഡ്വെയർ ഷോപ്പ് ആണെങ്കിലോ കുറച്ച് ഫർണിച്ചറൊക്കെ വേണ്ടേ ആൾക്കാർക്ക് ഇരിക്കാനും, ചെരുപ്പെല്ലാം കൂടെ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വേണ്ടേ, അങ്ങനെ കുറച്ച് ഫർണിച്ചർ മേടിച്ചു. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ്വെയർ ഷോപ്പിലെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങളൊരു ഫുഡ്വെയർ ഷോപ്പിൽ എന്തൊക്കെ മേടിക്കാനായിരിക്കും ചെല്ലുന്നത്? ചെരുപ്പ് കാണും, ബാഗ്സ് കാണും, ബെൽറ്റ് കാണും, അല്ലേ? ഷൂ, പോളിഷ്, സോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണില്ലേ? അങ്ങനെയുള്ള ഗുഡ്സ് മേടിച്ചു കടയിലേക്ക്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപികയുടെ കടയിൽ പോയി ഗുഡ്സ് മേടിച്ചു, കടത്തിന് മേടിച്ചു. പെയ്ഡ് ക്യാരേജ് ഇൻവേഴ്സ് ത്രൂ ക്യാഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വണ്ടിക്കൂലി കൊടുത്തു. പുറത്ത് പോയി മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു ലോറി വിളിച്ചു, ഒരു വണ്ടി വിളിച്ചു, അതിനുള്ള വണ്ടിക്കൂലി കൊടുത്തു. ഗുഡ്സ് കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലി കൊടുത്തു. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ചെരുപ്പ് വിറ്റു, ക്യാഷ് കിട്ടി. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിലിനും ഗുഡ്സ് വിറ്റു, അഖിൽ പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞു. ദെൻ പെയ്ഡ് ക്യാഷ് ടു ഗോപിയുടെ അടുത്ത് നിന്ന് കടത്തിന് മേടിച്ചല്ലേ, അതിൻ്റെ പൈസ ഇപ്പോൾ കൊടുത്തു. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിലിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്, കമ്മീഷൻ കിട്ടി ക്യാഷായിട്ട്. ജീവൻ വിഡ്രൂ, ജീവൻ ആരാ? നമ്മുടെ ഓണർ. വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആൻഡ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട്. ദെൻ പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. ഇതാണ് ജീവൻ ഫുഡ് വൈസ് എന്ന് പറഞ്ഞ കടയിൽ ഒരു മാസം നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി ജേണലിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കണ്ടേ? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര വാക്കുകൾ ഉപയോഗിക്കുള്ളൂ? 2 വാക്ക്. അപ്പം അതാണ് ഇനി ഈ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ 2 അക്കൗണ്ട്സ് ഫ്രം ഈച്ച് ട്രാൻസാക്ഷൻ. ഈ ഓരോ ട്രാൻസാക്ഷനിൽ നിന്നും 2 വാക്കുകൾ വെച്ച് കണ്ടുപിടിക്കുക, 2 വേർഡ്സ്. ഈ ഓരോ ട്രാൻസാക്ഷനിൽ നിന്നും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന 2 വാക്കുകൾ കണ്ടുപിടിക്കുക. ഐഡൻറ്റിഫൈ 2 അക്കൗണ്ട്സ് ഫ്രം ഈച്ച് ട്രാൻസാക്ഷൻ. അതായത് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുന്ന 2 വാക്കുകൾ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം ഈ വാക്കുകളായിരിക്കും നമ്മൾ എവിടെ എഴുതുന്നത്? ഈ പർട്ടിക്കുലർ കോളത്തിൽ എഴുതുന്നത്. അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്ന വാക്കുകൾ കണ്ടുപിടിക്കുക. ജീവൻ സ്റ്റാർട്ടഡ് എ ഫുഡ്വെയർ ഷോപ്പ് നെയിംഡ് ജീവൻ ഫുഡ് വേസ് വിത്ത് ക്യാഷ്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ് എഴുതും. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആ 2 വാക്കുകൾ കണ്ടുപിടിച്ചെഴുതും. ഇനി അത് ലെഡ്ജറിൽ ഏത് പേജിൽ നിന്ന് എഴുതുന്നുള്ള പേജ് നമ്പർ ഇവിടെ എഴുതും. ഇനി എമൗണ്ട് കോളത്തിൽ ഈ എമൗണ്ട് 80,000 രണ്ടിടത്തും എഴുതി വെക്കും. 80,000. ഇതെങ്ങനെ എഴുതുമെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുന്ന 2 വാക്ക് ഏതൊക്കെയായിരിക്കും? നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ആരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം? ഓണറിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണോ, ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം? ഞാൻ ഒന്നുകൂടെ പറയാം. കടയുടെ പേര് ജീവൻ ഫുഡ് വേസ് ഷോപ്പ്.
ദെൻ ഓണറിൻ്റെ പേര് ജീവൻ. ജീവൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണോ, ജീവൻ ഫുഡ് വേസ് എന്ന ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണോ? ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വന്നേ. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നല്ലേ ഞാൻ പറഞ്ഞേ. സോ എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ആരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം? ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. ബിസിനസ്സിന് എന്ത് കിട്ടി, ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി, ആ ഒരു ആംഗിളിൽ വേണം നമ്മളെല്ലാം ചിന്തിക്കാൻ. സോ ജീവൻ സ്റ്റാർട്ടഡ് എ ഫുഡ്വെയർ ഷോപ്പ് നെയിംഡ് ജീവൻ ഫുഡ് വേസ് വിത്ത് ക്യാഷ്. ജീവൻ എന്ന് പറയുന്ന ഓണർ കട തുടങ്ങി, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ക്യാഷ് ആയിട്ട് ഒരു 80,000 റുപ്പീസ് ബിസിനസ്സിലേക്ക് കൊണ്ട് തന്നു, റെഡിയാക്കി വെച്ചു. ബിസിനസ്സിൻ്റെ പെട്ടിയിലേക്ക് തന്നു, ഒരു 80,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു, റെഡിയാക്കി. ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് ചോദിക്കുമ്പോഴോ, ബിസിനസ്സിന് എന്ത് കിട്ടി? 80,000 റുപ്പീസ് ക്യാഷ് കിട്ടി. 80,000 റുപ്പീസ് ക്യാഷ് കിട്ടി. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. അപ്പം ഒരു വാക്ക് ഏതായിരിക്കും? സിമ്പിൾ, ക്യാഷ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നാലും ക്യാഷ് പോയാലും, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നാലും ക്യാഷ് പോയാലും ഒരു വാക്ക് എന്തായിരിക്കും? ക്യാഷ്. അപ്പോൾ 80,000 റുപ്പീസ് ക്യാഷ് കിട്ടി, ഒരു വാക്ക് ക്യാഷ്. ഒരു വാക്ക് ക്യാഷ്, അത്രേ ഉള്ളൂ. പലതും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചിന്തിച്ചാൽ കിട്ടും. ഒരു വാക്കപ്പോൾ ഏതായിരിക്കും? ക്യാഷ്. ഇനി അടുത്ത വേർഡ് ഏതായിരിക്കും? അടുത്ത അക്കൗണ്ട് ഏതായിരിക്കും? ആരാ നമുക്ക് ഈ ബിസിനസ്സിന് ക്യാഷ് കൊണ്ട് തന്നത്? ജീവൻ. ക്യാഷ്, അടുത്ത വാക്ക് ജീവൻ. അയ്യോ, ഓണറിൻ്റെ പേര് നമ്മൾ അങ്ങനെ ബുക്കിൽ വെറുതെ എഴുതി വെക്കാറില്ല. ഓണറിൻ്റെ പേര് ജീവൻ എഴുതി വെക്കാറില്ല. അപ്പോൾ ഓണർ എന്ന് എഴുതുമായിരിക്കും അല്ലേ? ക്യാഷ് ഓണർ അല്ല. ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കേണ്ട വാക്കാണ്. ഓർത്തോ. ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കേണ്ട വാക്കാണ്. അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി വെക്കുന്ന വാക്കാണ് എന്ത്? ചോദിച്ചു, ക്യാപിറ്റൽ. എന്താ? ക്യാപിറ്റൽ. അപ്പോൾ രണ്ട് വാക്കുകൾ ഏതൊക്കെ വരും? ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ. രണ്ട് വാക്കുകളെ ഞാൻ ചോദിക്കുന്നുള്ളൂ കേട്ടോ. 2 അക്കൗണ്ട്സ്. ഈ വേർഡ്സ് എന്ന് പറയുന്നവരാണ് 2 അക്കൗണ്ട്സ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എഴുതി വെക്കേണ്ട, പർട്ടിക്കുലർ കോളത്തിൽ എഴുതി വെക്കേണ്ട 2 അക്കൗണ്ട്സ് ഏതൊക്കെ? ക്യാഷും അടുത്ത ഏതാ? ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴാണ് എഴുതണ്ടേ? ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കേണ്ട വാക്കാണ് ക്യാപിറ്റൽ, മൂലധനം, ക്യാപിറ്റൽ. അപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓണറിൻ്റെ പേര് ജീവൻ എഴുതില്ല, ഓണർ എന്ന് എഴുതില്ല. പകരം ഓണർ ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന വാക്കാണ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ കാണുമ്പോൾ ഓർത്തോണം, ഓണർ ഇങ്ങോട്ട് ഫണ്ട് കൊണ്ട് തന്നു. എന്തുകൊണ്ട് തന്നു? ക്യാഷ് കൊണ്ട് തന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ട് തരുമ്പോൾ നമ്മൾ എഴുതേണ്ട വാക്ക് ഒന്ന് ക്യാഷ് കിട്ടി. അടുത്തത് ഓണറിൻ്റെ പേരല്ല, പകരം എഴുതേണ്ട വാക്കാണ് ക്യാപിറ്റൽ. അതുകൊണ്ട് ഞാൻ റെഡിൽ ഇട്ടിരിക്കുന്നത്. ഇത് അക്കൗണ്ട്സ് പഠിച്ച ഒരാൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ക്യാഷ് ആർക്ക് വേണമെങ്കിലും കിട്ടും. ഇതൊക്കെ അല്ലേ? ഇപ്പോൾ 2 വാക്ക് ഏതൊക്കെ? ക്യാഷ്, ബാങ്ക്. അടുത്തത് നോക്കിക്കേ, ഡേറ്റ് ഒക്കെ നമുക്ക് എഴുതാം. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. എമൗണ്ട് നമുക്ക് എഴുതാം, അതിനുണ്ട് നമുക്കറിയാലോ. പർട്ടിക്കുലർ കോളത്തിൽ എന്ത് എഴുതും? ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ക്യാഷ് കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ചെന്ന് ഓപ്പൺ ചെയ്തു, മിനിമം ഒരു 30,000 റുപ്പീസ് ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ബാങ്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് പോയില്ലേ? അപ്പോൾ ഒരു വാക്ക് ഏതാ? ക്യാഷ്. അടുത്ത വാക്ക് എന്തായിരിക്കും? ഇതെവിടെ? ഡിപ്പോസിറ്റ് അല്ല. ഇതെവിടെ ഡിപ്പോസിറ്റ് ചെയ്തേ? ബാങ്കിൽ. ക്യാഷ് വന്നാലും പോയാലും ഒരു വാക്ക് ക്യാഷ് ആയതുപോലെ ബാങ്കിലേക്ക് പൈസ വന്നാലും ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്താലും എല്ലാം എഴുതേണ്ട വാക്ക് ബാങ്ക്. ഇപ്പോൾ 2 വാക്ക് ഏതൊക്കെ? ഇത് ചിന്തിച്ചാൽ കിട്ടും. ചെറിയൊരു ഡൗട്ട്, ഇത് ഡിപ്പോസിറ്റ് എന്ന് എഴുതണോ വേണ്ട, വിഡ്രോ എന്ന് എഴുതണോ വേണ്ട, എന്തെന്ന് എഴുതണം? ബാങ്ക്. അപ്പോൾ 2 വാക്ക് ഏതൊക്കെ? ക്യാഷും ബാങ്ക്. അത് വലിയ കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ അടുത്തത്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ഫുഡ്വെയർ ഷോപ്പ് ആണെങ്കിലോ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ചെരുപ്പെല്ലാം കൂടെ ചുമ്മാ വലിച്ചു വാരി ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഫർണിച്ചർ അവിടെ വേണ്ടേ? ഇരുന്ന് നോക്കാൻ വേണ്ടി സ്റ്റൂൾ, ചെരുപ്പ് ഇട്ട് നോക്കണ്ടേ? സ്റ്റാൻഡിലൊക്കെ വേണ്ട ചെരുപ്പൊക്കെ. അങ്ങനെയുള്ള ഫർണിച്ചർ നമ്മൾ മേടിച്ചു, ക്യാഷ് കൊടുത്തു. അപ്പോൾ ഒരു വാക്ക് ഏതായിരിക്കും? സിമ്പിൾ, ക്യാഷ്. അടുത്ത വാക്ക് എന്തായിരിക്കും? ഫർണിച്ചർ. അപ്പോൾ 2 വാക്കുകൾ ഏതൊക്കെ? ക്യാഷും ഫർണിച്ചറും. അത് കൊള്ളാം. ദെൻ അടുത്തത്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കടയിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനാണ് ചെല്ലുന്നത്, അവിടെ വിൽക്കുന്ന പ്രൊഡക്ട്സ്. അതായത് ഫുട്വെയർസ്, ഷൂസ്, സോക്സ്, ഷൂ പോളിഷ്, ദെൻ ബാഗ്, അംബ്രല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുള്ളൂ സാധാരണ. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തു. അപ്പം കുറച്ച് മുമ്പ് ഫർണിച്ചർ മേടിച്ചപ്പോൾ 2 വാക്ക് ഏതൊക്കെയായിരുന്നു? ക്യാഷും ഫർണിച്ചർ. അതേപോലെ ഇവിടെയോ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷും ഗുഡ്സും അല്ലേ? ക്യാഷ് ഓക്കെ, ഗുഡ്സ് അല്ല. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിൽക്കാനുള്ള പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ വിൽക്കുന്ന പ്രൊഡക്ട്സ്. നോർമലി ഒരു കടയിൽ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്ട്സ്, അങ്ങനെയുള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട പേരാണ് പർച്ചേസസ്. ആ പേരൊന്ന് പഠിച്ചോണം. അപ്പം ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്ന ഓണറിൻ്റെ പേര് എഴുതില്ല, പകരം ക്യാപിറ്റൽ. അതുപോലെ ബിസിനസ്സിൽ നമ്മൾ ഗുഡ്സ്, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്ട്സ്, അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എഴുതേണ്ട വാക്കാണ് പർച്ചേസസ്. അപ്പോൾ കുറച്ച് മുമ്പ് ഫർണിച്ചർ മേടിച്ചതല്ലേ? ഒരു കാര്യം വെച്ച് നോക്കി, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നിട്ട്, ഒരു ഫുഡ്വെയർ ഷോപ്പിൽ ചെന്നിട്ട് നമ്മളൊരു ഫർണിച്ചർ, ഒരു ചെയർ തരാവോ,
ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ തരാമോ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അൽമാര തരാമോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെല്ലുമോ? അതൊരു ഫർണിച്ചർ ഷോപ്പിലല്ലേ ചെല്ലുന്നത്, അത് ഫർണിച്ചർ ഷോപ്പിൻ്റെ ഗുഡ്സാണ്. സോ ഒരു ഫുഡ് വെയർ ഷോപ്പിൽ നമ്മൾ ഫർണിച്ചർ മേടിച്ചാൽ ഫർണിച്ചറിൽ നിന്ന് കാണിക്കാം, കമ്പ്യൂട്ടർ മേടിച്ചാൽ കമ്പ്യൂട്ടറിൽ നിന്ന് കാണിക്കാം, ഒരു മിഷണറി മേടിച്ചാൽ മിഷണറിൽ നിന്ന് കാണിക്കാം. ക്ലിയർ? ഗുഡ്സ് അവിടെ വിൽക്കാനുള്ള പ്രൊഡക്ട്സ് നമ്മൾ മേടിക്കുവാണെങ്കിലോ, അതായത് ചെരുപ്പ്, ഷൂ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മേടിക്കുവാണെങ്കിൽ നമ്മൾ എഴുതേണ്ട പേരാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസസ്. അപ്പോൾ രണ്ട് വാക്ക് ഇവിടെ ഏതൊക്കെ വരും? ക്യാഷ് ആൻഡ് പർച്ചേസസ്. ക്യാഷ് ആൻഡ് പർച്ചേസസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് പഠിക്കണം, അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് വാക്ക്, ക്യാഷ് ആൻഡ് പർച്ചേസസ്. ദെൻ അടുത്തത് ചിന്തിച്ച് നോക്കിയേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. ചിന്തിച്ച് നോക്കോട്ടോ, ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ രണ്ട് പേര് എന്തൊക്കെ വരുമായിരിക്കും. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക, ഗുഡ്സാണ് മേടിച്ചത്, ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഗുഡ്സ് എന്നുള്ള പേരില്ല ശരിക്കും, പർച്ചേസസ്. അപ്പോൾ ഇത് ആരുടെ അടുത്ത് നിന്ന് മേടിച്ചു? ക്യാഷ് കൊടുത്താണ് മേടിച്ചത്? അല്ല, കടത്തിന് മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് മേടിച്ചുകൊണ്ട് നമ്മൾ കടയിലേക്ക് വന്നു, പൈസയോ പിന്നെ തരാൻ ഗോപിക പറഞ്ഞിട്ട് വന്നു. ക്ലിയർ? ഇപ്പോൾ രണ്ട് വാക്ക് ഏതൊക്കെ വരും? പർച്ചേസസ് ആൻഡ് ഗോപിക. സിമ്പിൾ, കിട്ടിയില്ലേ? അപ്പം ഗോപികയുടെ അടുത്ത് നിന്ന് മേടിച്ചാലോ? ഗോപിക. നമ്മളൊരാളുടെ അടുത്ത് നിന്ന് കടത്തിന് മേടിക്കുവാണെങ്കിൽ അയാളുടെ പേര് എഴുതി വെച്ചാൽ മതി, ഗോപിക. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ ഗുഡ്സ് മേടിച്ച് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ഗുഡ്സ് മേടിച്ചു, ഇനി പൈസ കൊടുക്കാനുണ്ട്, നമ്മുടെ ലൈബിലിറ്റി, ബാധ്യത, അങ്ങനെയുള്ള ആൾക്കാരുടെ പേരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ ആളുടെ പേര് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓണറിൻ്റെ പേര് നമ്മൾ എഴുതില്ല, പകരം ക്യാപിറ്റലിൽ നിന്ന് എഴുതും. പക്ഷേ ഒരാളുടെ അടുത്ത് നിന്ന് കടത്തിന് മേടിച്ചു അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അയാളുടെ പേര് എഴുതിയാൽ മതി. സോ പർച്ചേസസ് ഗോപിക. ദെൻ പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. വണ്ടിക്കൂലി കൊടുത്തു, ക്യാരേജ് ഇൻവേർട്സ് കൊടുത്തു. അപ്പോൾ ഏതൊക്കെ എഴുതണം? ക്യാഷാണ് കൊടുത്തത്, അപ്പോൾ ഒരു വാക്ക് ക്യാഷ്, സിമ്പിൾ. ക്യാഷ് വന്നോ പോയ ഒരു വാക്ക് ക്യാഷ്, അപ്പോൾ പറയാൻ എളുപ്പമുണ്ട്. അടുത്ത വാക്ക് എന്താ കൊടുത്ത? വണ്ടിക്കൂലി. ക്യാരേജ് ഇൻവേർട്സ്. ക്യാരേജ് ഇൻവേർട്സ് എന്ന് തന്നെ എഴുതണോ? ക്യാരേജ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ക്യാരേജ് ഇൻവേർട്സ് എന്ന് എഴുതണം. ഇതുപോലെ ചിലപ്പോൾ ചില ബിസിനസ്സൊക്കെ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസോ ഷോപ്പുകാർ കൊടുത്തോളും, അതോ അത് ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്നുള്ള പേരിൽ എഴുതുന്നത് വണ്ടിക്കൂലി. ഡെലിവറി ചെയ്യാൻ വേണ്ടി സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ വീട്ടിൽ എത്തിക്കാനുള്ള വണ്ടിക്കൂലിയാണെങ്കിൽ ക്യാരേജ് ഔട്ട്വേർഡ്. ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാനുള്ളതാണെങ്കിൽ ക്യാരേജ് ഇൻവേർട്സ്. അപ്പോൾ ക്യാരേജ് ഇൻവേർട്സ്, ക്യാഷ്, ക്യാരേജ് ഇൻവേർട്സ്. ദെൻ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു, ബാങ്കിൽ പോയി ATM പോയി ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ എന്തൊക്കെ വരും? നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ ഒരു വാക്ക് ക്യാഷ്. ഇത് എവിടെ നിന്ന് കിട്ടിയ? ബാങ്കിൽ നിന്ന്. അപ്പോൾ അടുത്ത വാക്ക് ബാങ്ക്. അപ്പോൾ ഡ്രോയിങ്സ് വിഡ്രോ ഇല്ല, ക്യാഷ് ബാങ്കിൽ. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ട് വാക്ക് ഏതൊക്കെ? ക്യാഷും ബാങ്കും. ദെൻ അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റു. ഗുഡ്സ് വിറ്റാന്ന് പറഞ്ഞാൽ ചെരുപ്പ്, ഫുഡ് വെയർസ്, ചപ്പൽസ് വിറ്റു. അപ്പോൾ ക്യാഷ് കിട്ടി, അപ്പോൾ ഒരു വാക്ക് ക്യാഷ്. അടുത്ത വാക്കോ? ഗുഡ്സ് മേടിച്ചപ്പോൾ നമ്മൾ എന്ത് പേരിലാണ് കാണിച്ചേ? പർച്ചേസസ്. ഗുഡ്സ് വിൽക്കുമ്പോഴോ? ഇങ്ങനെ ഗുഡ്സ് വിൽക്കുമ്പോൾ മാത്രം നമ്മൾ എഴുതി വെക്കുന്ന വാക്കാണ് സെയിൽസ്. ഓർത്ത് വെച്ചോ കേട്ടോ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ്, അത് വിൽക്കുമ്പോൾ സെയിൽസ്, രണ്ട് പേരിൽ എഴുതി വെക്കണം. അപ്പോൾ എങ്ങനെ മനസ്സിലാവും? പർച്ചേസ് നമ്മൾ ഗുഡ്സ് മേടിച്ചു, സെയിൽ നിന്നാണ് ഗുഡ്സ് വിറ്റു. ഇസ് ഇറ്റ് ക്ലിയർ? ഒരു പുതിയ വാക്ക്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ്, വിൽക്കുമ്പോൾ സെയിൽസ്. ദെൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിൽ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിൽ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിൽ. നമ്മൾ അഖിലിന് ഗുഡ്സ് കടത്തിന് വിറ്റു. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിൽ. രണ്ട് വാക്കുകൾ ഏതൊക്കെ വരുമായിരിക്കും? ചിന്തിക്കുക. അഖിലിന് നമ്മൾ ഗുഡ്സാണ് വിട്ടത്, ഗുഡ്സ് വിൽക്കുമ്പോൾ സെയിൽസ്. ആര് പൈസ തരണം? അഖിൽ. സെയിൽസ് അഖിൽ. സിമ്പിൾ, സെയിൽസ് അഖിൽ. ഇങ്ങനെ ടൈം ഞാൻ പറയുവാണ്, ഇങ്ങനെ ഗുഡ്സ് വിറ്റിട്ട് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്, കടക്കാർ, ഡെപ്റ്റേഴ്സ്. അസെപ്റ്റ്, പൈസ തരാനുള്ള ആൾക്കാർ. അപ്പം ഇവിടെ ഏതൊക്കെ? സെയിൽസ് അഖിൽ. ദെൻ പെയ്ഡ് ക്യാഷ് ടു ഗോപിക. നമ്മൾ ഗോപികയ്ക്ക് ക്യാഷ് കൊടുത്തു. അതെന്താ? ഗോപികയുടെ അടുത്ത് നമ്മൾ 10,000 റുപ്പീസിന് ഗുഡ്സ് കടത്തിന് മേടിച്ചില്ലേ, അതിലിപ്പോൾ എത്ര കൊടുത്തു? 4,000 റുപ്പീസ് കൊടുത്തു, എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് വാക്ക് ഏതൊക്കെ വരും? ക്യാഷും ഗോപികയും. ക്യാഷും ഗോപികയും. എന്ത് ചിന്തിക്കാതിരിക്കുന്നത്? ക്യാഷ് ഗോപിക. അപ്പോൾ അതുപോലെ റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. അഖിലിന് നമ്മൾ 20,000 ഗുഡ്സ് വിറ്റു. അഖിലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 12,000 കിട്ടി. എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അപ്പോൾ ഒരു വാക്ക് ക്യാഷ്, അടുത്ത വാക്ക് അഖിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്. നമുക്ക് എന്തോ ഒരു ബാറ്റയുടെ കുറേ ചെരുപ്പൊക്കെ വിറ്റ് കഴിഞ്ഞപ്പം ആ കമ്പനിയുടെ അടുത്ത് നമുക്കൊരു കമ്മീഷൻ കിട്ടി. ക്യാഷ്, കമ്മീഷൻ. സിമ്പിൾ. അടുത്തത് ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ജീവൻ ആരാ? ഓണർ. ജീവൻ ആരാ? ബിസിനസ്സിൻ്റെ ഓണർ. ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ജീവൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് കുറച്ച് ക്യാഷ് എടുത്തുകൊണ്ട് പോയി. ജീവൻ ആരാ? ഓണർ. അപ്പോൾ ബിസിനസ്സിന് കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ബിസിനസ്സിന് കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു വാക്ക് ക്യാഷ്. ഇത് ആരെടുത്തുകൊണ്ട് പോയേ? ജീവൻ, ഓണർ. ഓണർ ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുതന്നാൽ നമ്മൾ ക്യാപിറ്റൽ നില എഴുതുന്നേ. അപ്പോൾ ഓണർ തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോഴോ? അത് പഠിക്കാനുണ്ട്, ഡ്രോയിങ്സ്. അപ്പം ഓണർ നമുക്ക് തന്ന ക്യാഷ് അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന വാക്കാണ് എന്തെന്ന് പറയുന്നത്?
ഡ്രോയിങ്സ്. അപ്പോൾ ഓണർ തന്ന പൈസ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കാണ് ഡ്രോയിങ്സ്. ഓണർ ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടാ തന്ന ക്യാപിറ്റൽ, തിരിച്ചെടുത്തുകൊണ്ട് പോയ ഡ്രോയിങ്സ്. അപ്പോൾ ഓണർ തന്ന പൈസ തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കാണ് ഡ്രോയിങ്സ്. പേര് കേൾക്കും പുറത്തോണം കേട്ടോ, അത് പുതിയ വാക്കാണ്. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ഗുഡ്സ് വിറ്റു, പക്ഷേ പൈസ കസ്റ്റമർ GPay ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നത്, ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ കിട്ടിയത്. അപ്പോഴോ ഗുഡ്സ് വിറ്റു, അപ്പോൾ സെയിൽസ്. പൈസ വന്നത് നമ്മുടെ ബാങ്കിലാണ്, ബാങ്ക് സിമ്പിൾ, സെയിൽസ് ബാങ്ക്. ഇതാണ് അക്കൗണ്ട്സിലെ ഏറ്റവും ഡിഫിക്കൽട്ട് സ്റ്റേജ് കേട്ടോ. ഇങ്ങനെ കുറച്ച് പുതിയ പുതിയ പേരുകൾ പഠിക്കാനുണ്ട്, അത്രേ ഉള്ളൂ. കുറേയൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ചാൽ കിട്ടും. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, 2 വാക്ക് ഏതൊക്കെയായിരിക്കും? പറ 2 വാക്ക് ഏതൊക്കെയായിരിക്കും? ക്യാഷ്, സാലറി. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്, ബാങ്ക് വഴി കൊടുത്തു, റെൻറ്റ് പേ ചെയ്തു, ഓഫീസിൻ്റെ റെൻറ്റ് പേ ചെയ്തു, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് പേ ചെയ്തു. റെൻറ്റ് ബാങ്ക് റെൻറ്റ്. ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, റെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് റെൻറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഇങ്ങനെ 2 വാക്കുകൾ കണ്ടുപിടിക്കുക, അതാണ് അക്കൗണ്ട്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ബേസിക് സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പ്. ഇപ്പോൾ വലിയ കോംപ്ലിക്കേഷൻ തോന്നുന്നില്ല. ഇങ്ങനെ കുറച്ച് പുതിയ പേരുകൾ നമുക്ക് പഠിക്കണം. എന്തൊക്കെ ഓർക്കണം? ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ടെത്തന്ന നമ്മൾ എന്തെന്ന് എഴുതണം? ക്യാപിറ്റൽ. അതേ ഓണർ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോയാലോ? ഡ്രോയിങ്സ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എന്ത് പേര്? പർച്ചേസ്. ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന വാക്കാണ് എന്ത്? പർച്ചേസ് ചെയ്തു. ആ ഗുഡ്സ് നമ്മൾ വിൽക്കുന്ന സമയത്ത് എഴുതുന്ന വാക്കാണ് സെയിൽസ്. ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ലേ? നമുക്ക് നോക്കാം. ഞാൻ പറയും, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. ജീവൻ സ്റ്റാർട്ട് ഫുഡ്വെയർ ഷോപ്പ് നെയിം ജീവൻ ഫുഡ്വെയർസ് വിത്ത് ക്യാഷ്. 2 വാക്ക് ഏതൊക്കെ വരും? ക്യാഷ്, ക്യാപിറ്റൽ. പ്രാക്ടീസ് ചെയ്യട്ടോ. ക്യാഷ്, ക്യാപിറ്റൽ. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ് ബാങ്ക്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ഫർണിച്ചർ മേടിച്ചാൽ ക്യാഷ് ഫർണിച്ചർ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ അങ്ങ് വിൽക്കാനുള്ള പ്രൊഡക്ട്സ് മേടിച്ചു. ക്യാഷ് ഗുഡ്സ് അല്ലല്ല, ക്യാഷ് പർച്ചേസസ്. ഗുഡ്സ് മേടിച്ചാൽ മാത്രം പർച്ചേസ് എഴുതാവുള്ളൂ കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക, പർച്ചേസസ് ഗോപിക. പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ് ക്യാരേജ് മാത്രം എഴുതിയാൽ പോരാ, ക്യാരേജ് ഇൻവേർട്സ് ഫുൾ എഴുതണം. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. ആര്? ബിസിനസ് ആവശ്യത്തിന് എടുത്ത് കാണും. ഓണറിന് വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ എടുത്ത് പറയും. ഇപ്പോൾ ഡ്രോയിങ്സ് അല്ല, ഡ്രോ എന്നുള്ള വാക്കാണ് മോഡേൺ, ഡ്രോയിങ്സ് അല്ല കേട്ടോ. ക്യാഷ് ബാങ്ക്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിലിന് കടത്തിന് നമ്മൾ ഗുഡ്സ് വിറ്റു, സെയിൽസ് അഖിൽ. പെയ്ഡ് ക്യാഷ് ടു ഗോപിക, ക്യാഷ് ഗോപിക. റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ, ക്യാഷ് അഖിൽ. റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ് കമ്മീഷൻ. ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്, ഓണർ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. എന്തൊക്കെയായിരുന്നു പേരുകൾ? ക്യാഷ്, ഡ്രോയിങ്സ്. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആൻഡ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ഗുഡ്സ് വിറ്റു, പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടി. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ് സാലറി. പെയ്ഡ് റെൻറ്റ് ത്രൂ റെൻറ്റ് ബാങ്ക്. ഓക്കെ അല്ലേ? എല്ലാം നമ്മളിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കുറേയൊക്കെ നമുക്ക് ചിന്തിച്ച വാക്കുകൾ കിട്ടില്ലേ? ഇങ്ങനെ ഓരോ വാക്കുകൾ എഴുതി വെക്കേണ്ട വാക്കുകൾ കണ്ടുപിടിക്കുക. ആ വാക്കുകൾ നല്ല അക്കൗണ്ട്സ്. അപ്പം ജേണലിൽ റെക്കോർഡ് ചെയ്യേണ്ട ആ അക്കൗണ്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എത്ര എണ്ണം കണ്ടുപിടിക്കണം? 2 എണ്ണം കണ്ടുപിടിക്കണം. സോ ഇതാണ് അക്കൗണ്ട്സിൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ? ലേൺ വാട്ട് ടു അൺലേൺ. എന്ത് പഠിക്കരുതെന്ന് പഠിക്കലാണ് ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആദ്യം ചെയ്യേണ്ടത്. എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പേരുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയാണോ? അപ്പോൾ ഒരു ഡൗട്ട്, ക്യാഷ് ബാങ്ക് കണ്ടോ? 2 എഴുതിയേക്കുന്നേ, സെക്കൻഡ് ആൻഡ് 7th. സെക്കൻഡ് എന്തായിരുന്നു? ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ് കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പം 7th വൺ എന്താ? വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം പേരാണ് എഴുതുന്നത്. ഏതൊക്കെ? ക്യാഷ് ആൻഡ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താലും നമ്മൾ എഴുതുന്നത് എന്താ? ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ബാങ്കിൽ 1000 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ക്യാഷ് വന്നതാണോ ക്യാഷ് പോയതാണോ എങ്ങനെ നമ്മൾ അറിയും? ക്യാഷ് വന്നതാണോ ക്യാഷ് പോയതാണോ എങ്ങനെ നമ്മൾ അറിയും? എങ്ങനെ അറിയും? കൺഫ്യൂഷൻ ആയില്ലേ? അതേപോലെ ക്യാഷ് ഫർണിച്ചർ മേടിച്ചതാണോ അതോ ഫർണിച്ചർ വിറ്റതാണോ? ഫർണിച്ചർ വിറ്റാൽ ഒരിക്കലും സെയിൽ എന്ന് എഴുതില്ല, ഗുഡ്സ് വിറ്റാൽ മാത്രമേ എഴുതുള്ളൂ. ഫർണിച്ചർ മേടിച്ചാലും ക്യാഷ് ഫർണിച്ചർ വിറ്റാലും ഫർണിച്ചർ. ക്യാഷ് ലക്ഷ്മിക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുത്താണോ അതോ ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടിയതാണോ? എങ്ങനെ അറിയും? പറയാൻ പറ്റില്ല. കാരണം ക്യാഷ് ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് കിട്ടിയാലും ക്യാഷ് ലക്ഷ്മി ക്യാഷ് കൊടുത്താലും ക്യാഷ് ലക്ഷ്മി. കൺഫ്യൂഷൻ വന്നില്ലേ? ഇറ്റ് ക്ലിയർ? അയ്യോ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിട്ടു കേട്ടോ. മൈസെൽഫ് CA ആദർശ് ജോസഫ്, FCA. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നമ്പർ തന്നിട്ടുണ്ട്, മിസ്യൂസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ.
ഞാനാണ് ട്രിപ്ലൈയിൽ അക്കൗണ്ടിങ് കവർ ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഫൗണ്ടേഷനിലും ഇൻ്ററിലും ഒക്കെ നമ്മൾ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2013 തൊട്ട്, അതായത് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് ഇൻ്റർ ക്ലിയർ ചെയ്ത സമയം തൊട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതായത് എൻ്റെ 19th ഏജ് തൊട്ട് ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഉണ്ട്, അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടൊരു ടീച്ചറായുള്ള ആളാണ് ഞാൻ. അങ്ങനെ 19 വയസ്സ് തൊട്ട് പഠിപ്പിക്കുകയാണ്. അപ്പം CA പാസ്സാവുന്നതിന് ഇപ്പം തന്നെ ഏണിങ്സ് തുടങ്ങി. പിന്നെ ക്വാളിഫൈ ആയ സമയം തൊട്ട് ഫുൾ ടൈം ടീച്ചിങ് തന്നെയാണ്. ടീച്ചിങ് പ്ലസ് പ്രാക്ടീസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ടീച്ചിങ് തന്നെയാണ്. ടീച്ചിങ്ങാണ് നമ്മുടെ പാഷൻ. അതിൽ അക്കൗണ്ട്സ് ടീച്ചിങ്ങാണ് നമ്മുടെ മെയിൻ ഒരു പാഷൻ എന്ന് പറയുന്നത്. പുതിയ ആൾക്കാരെ അക്കൗണ്ട്സ് പഠിപ്പിക്കുക, പാസ്സാക്കി വരിക, ഇതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. കുറേ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൗണ്ട്സ് മാക്സിമം മാർക്ക് 93, 91 ഒക്കെ CA ഫൗണ്ടേഷനിൽ തന്നെ പ്ലസ് ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് പഠിച്ചിട്ടുണ്ട്. അത് ഇൻ്ററിലും 90+ ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. സോ നിങ്ങളെ മാക്സിമം മാർക്കിലെത്തുക, അക്കൗണ്ട്സ് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കാര്യങ്ങളെന്ന് പറയുന്നത് തുടക്കത്തിൽ പറയണ്ടായിരുന്നു, വിട്ടുപോയി. ഓക്കെ, സോ ഇനി കാര്യത്തിലേക്ക് വരട്ടെ. ഇപ്പം ഇങ്ങനെ വാക്കുകൾ എഴുതി വെക്കുമ്പം ചിലത് കാണുമ്പോൾ ഓക്കെ, ക്യാഷ് ക്യാപിറ്റൽ കൺഫ്യൂഷൻ ഇല്ലേ? ഇല്ല. ക്യാപിറ്റൽ ഓണർ ഇങ്ങോട്ട് കൊണ്ട് തരുമ്പോഴല്ലേ ക്യാപിറ്റൽ എന്ന് എഴുതുന്നത്. ഇപ്പോൾ ഓണർ ക്യാഷ് കൊണ്ട് തന്നു, ക്യാഷ് ബാങ്ക് കൺഫ്യൂഷൻ വരില്ലേ? ആ ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്താലും വിഡ്രോ ചെയ്താലും ക്യാഷ് ബാങ്ക് എഴുതുന്നത്. ക്യാഷ് ഫർണിച്ചർ മേടിച്ചു വിറ്റു, രണ്ടും അത് തന്നെ എഴുതുന്നത്. ക്യാഷ് പർച്ചേസസ് കൺഫ്യൂഷൻ വരില്ല. ഗുഡ്സ് മേടിക്കുമ്പോഴാണ് നമ്മൾ പർച്ചേസ് എന്നുള്ള വാക്ക് എഴുതുന്നത്. മേടിച്ച ഗുഡ്സ് റിട്ടേൺ വല്ലതും ചെയ്താണെങ്കിലോ, പർച്ചേസ് റിട്ടേൺ വേറൊരു പേര് എഴുതുന്നു കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ക്യാഷ് പർച്ചേസ്, ഗുഡ്സ് മേടിച്ചായിരിക്കും. പർച്ചേസസ് ഗോപിക, ഗുഡ്സ് മേടിച്ചു ഗോപികയുടെ അടുത്ത് നിന്ന് മേടിച്ചായിരിക്കും. ക്യാഷ് ക്യാരേജിന് മേടിച്ച് വണ്ടിക്കൂലി കൊടുത്തായിരിക്കും. ഒരിക്കലും ബിസിനസ്സിന് ഇങ്ങോട്ട് വണ്ടിക്കൂലി ഇങ്ങനെ കിട്ടില്ലല്ലോ. ക്യാഷ് ബാങ്കോ പറയാൻ പറ്റില്ല. ക്യാഷ് സെയിൽസോ, ഗുഡ്സ് വിറ്റതായിരിക്കും. സെയിൽസ് അഖിലിനും ഗുഡ്സ് വിറ്റതായിരിക്കും നോർമലി. ക്യാഷ് ഗോപികയ്ക്ക് ക്യാഷ് കൊടുത്തതായിരിക്കും. അത് നമ്മൾ ഗുഡ്സ് മേടിച്ചതായതുകൊണ്ട് മനസ്സിലാവും, ഗോപിക്ക് അങ്ങോട്ടല്ലേ പൈസ കൊടുക്കണ്ടേ. പക്ഷേ ചുമ്മാ ഒരു പേര് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ക്യാഷ് അഖിൽ, ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ക്യാഷ് കമ്മീഷൻ കിട്ടിയാലും കമ്മീഷൻ ഒരാൾക്ക് കൊടുത്താലും രണ്ട് സെയിമാണ്. അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻസ് വരില്ലേ? ക്യാഷ് ഡ്രോയിങ്സ് ഓക്കെയാ, ഓണർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഡ്രോയിങ്സ് എഴുതുക, എന്ത് ക്യാഷ് എടുത്തുകൊണ്ട് പോയി. സെയിൽസ് ബാങ്ക്, ഗുഡ്സ് വിറ്റു, ബാങ്കിൽ പൈസ വന്നു. ക്യാഷ് സാലറി ബിസിനസ്സിന് ഒരിക്കലും ഇങ്ങോട്ട് കിട്ടാൻ ചാൻസസ് ഇല്ലല്ലോ, കൊടുത്തു. റെൻറ്റ് കിട്ടുവാണെങ്കിലും ബാങ്കിൽ റെൻറ്റ് കൊടുത്താലും ബാങ്കിൽ. ചിലതിൽ കൺഫ്യൂഷൻ വരാം, ചിലതിൽ കൺഫ്യൂഷൻ വരാതെയും ഇരിക്കാം. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ രണ്ട് പേര് മാത്രം ഈ ജേണലിൽ എഴുതി വെച്ചാലോ കൺഫ്യൂഷൻ വരില്ലേ? ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് അക്കൗണ്ട്സ്. ഈ അക്കൗണ്ട്സിനെ നമ്മൾ ക്ലാസ് ചെയ്യുന്നു. ക്ലാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് അപ്രോച്ച് ഉണ്ട്. ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച് എന്ന് പറയും, മോഡേൺ അപ്രോച്ച് എന്ന് പറയും. നമുക്ക് അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഈ എഴുതി വെച്ച അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലടാ, ഈ എഴുതി വെച്ച വാക്കുകളെ നമ്മൾ രണ്ട് അപ്രോച്ച് ഉണ്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി. എന്തിന്? ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി. ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് എന്ന് പറയും. ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ അക്കൗണ്ടുകളെ മൂന്നായിട്ട് തിരിക്കുന്നു. ട്രഡീഷണൽ അപ്രോച്ച് എടുത്ത് അക്കൗണ്ട്സിന് മൂന്നായിട്ട് പിടിക്കുന്നു. ആ പേരെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചേ, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇത് പഠിക്കണം കേട്ടോ. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇപ്പം നമ്മൾ എഴുതി വെച്ച ഈ അക്കൗണ്ടുകൾ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. ഏതൊക്കെ? പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ എന്ന് പറയുമ്പം ഇത് നോക്കിക്കേ, ഒരു പേഴ്സണിൻ്റെ പേരിലുള്ള പേഴ്സണെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, പേഴ്സണെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയുണ്ട്? പേഴ്സൺ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാലോ, നമ്മുടെ ഗോപിക, അഖിൽ പേഴ്സൺ അല്ലേ? പേഴ്സണൽ എന്ന് പറയുമ്പം നാച്ചുറൽ പേഴ്സൺസ് മാത്രമല്ല വരുന്നത്. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിലുള്ള അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാലോ കമ്പനീസ്, ബിസിനസ്, ട്രസ്റ്റ്, ഇവരുടെ പേരിലൊരു അക്കൗണ്ടുകൾ നമ്മുടെ ബുക്കിലുണ്ടെങ്കിലോ അതും ഒരു പേഴ്സണായിട്ട് തന്നെ എടുക്കണം. പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് പരിചയമുള്ള കുറച്ച് മനുഷ്യരുടെ പേര് മാത്രം എടുത്താൽ പോരാ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു കമ്പനി, ഒരു ബിസിനസ്സിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ ഗോപിക ടെക്സ്റ്റൈൽസ് അങ്ങനെ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിലോ, ഗോപിക ഫുഡ്വെയർസ് അങ്ങനെ ഒരു പേരുണ്ടെങ്കിലോ അതും ഒരു പേഴ്സണായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ഒരു ബിസിനസ്സിൻ്റെ ഒരു കമ്പനി, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്, ഇങ്ങനെ ഒരു കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലോ അതും പേഴ്സണൽ അണ്ടറിൽ തന്നെ വരും. ഇനി റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാണ്, പക്ഷേ അയാൾക്ക് നാണമായതുകൊണ്ട് നമ്മൾ അയാളുടെ പേരെഴുതി വെക്കാതെ മറ്റു പേരെഴുതി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആരാ? ഓണർ പൈസ കൊണ്ടാ തരുമ്പോൾ ഓണർ ജീവൻ്റെ പേര് എഴുതുന്നതിന് പകരം എഴുതിയതാണ്. ഇത് ഡ്രോയിങ്സ്, ഇതും പേഴ്സണൽ അക്കൗണ്ടുകൾ തന്നെയാണ്. അത് എന്ത് ടൈപ്പ് പേഴ്സണൽ അക്കൗണ്ടുകൾ? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അയാളുടെ പേര് എഴുതുന്നതിന് ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി അങ്ങനെയൊക്കെ എഴുതി വെക്കും. അതൊക്കെ
ആൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്, ഒരാൾക്ക് കൊടുക്കാനുള്ള കിട്ടാനുള്ള പൈസ അയാളുടെ പേരിന് പകരം നമ്മൾ വേറൊരു പേരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. പേഴ്സൺ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പേഴ്സൺസ് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ലൈക്ക് ബിസിനസ്, കമ്പനി, ട്രസ്റ്റ് അങ്ങനെയുള്ള പേരുകളിൽ വരുന്ന അക്കൗണ്ടുകൾ. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് ലൈക്ക് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ ഏതിന് അണ്ടറിൽ വരും? പേഴ്സണൽ അണ്ടറിൽ തന്നെ വരും. ഇതിനകത്ത് പേഴ്സണൽ എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതൊക്കെ വരും? ക്യാപിറ്റൽ വരും, ഗോപിക വരും, അഖിൽ വരും, ഡ്രോയിങ്സ് വരും, അല്ല ബാങ്കിങ് വരും. ഇന്ത്യയിലുള്ള ഓരോ ബാങ്കും എന്തായിരിക്കും? ഓരോ കമ്പനി ആയിരിക്കും. സോ ബാങ്കിങ് കമ്പനി എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ ഇതൊക്കെ ഏതിന് അണ്ടറിൽ വരും? പേഴ്സണൽ അണ്ടറിൽ. അപ്പോൾ ഇത്ര അക്കൗണ്ടുകൾ പേഴ്സണൽ അണ്ടറിലായിരിക്കും. അപ്പോൾ റിയൽ എന്ന് പറഞ്ഞാലോ, പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റുകളെല്ലാം ഏതിന് അണ്ടറിൽ വരും? റിയൽ, പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത എന്ന അസറ്റുകൾ. ഇപ്പം നമുക്ക് ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതൊരു അസറ്റ് അല്ലേ? പക്ഷേ അതൊരു പേഴ്സണൽ അണ്ടറിൽ പോകുന്നത്. ഒരാൾ നമുക്ക് പൈസ തരാറുണ്ടെങ്കിൽ അയാളുടെ അസറ്റ് അല്ലേ? പക്ഷേ അതൊക്കെ പേഴ്സണൽ അണ്ടറിലാണ് പോകുന്നത്. പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അക്കൗണ്ടുകൾ, അസറ്റ്സ് മാത്രം, അതാണ് ഏതിന് അണ്ടറിൽ വരുന്നത്? റിയൽ അക്കൗണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് ഗാന്ധിജിയുടെ പടമുള്ളതുകൊണ്ട് പേഴ്സണെ പോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. പേഴ്സൺ, ക്യാഷ് റിയൽ. ഫർണിച്ചർ ഉണ്ടെങ്കിൽ റിയൽ. ബിൽഡിംഗ് ഉണ്ട്, മിഷനറി ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഏതിന് അണ്ടറിൽ വരും? റിയൽ അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ടുകളെ മൂന്നായിട്ട് തിരിക്കുന്നത് മാറിപ്പോരുത്. പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ, റിയൽ, നോമിനൽ. ഹൈ. നോമിനൽ എന്ന് പറഞ്ഞാലോ, ബാക്കിയുള്ള എക്സ്പെൻസസും ഇൻകംസും. ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ്, ഇൻകംസ്, സാലറി, കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, പർച്ചേസസ്, സെയിൽസ്, ഇതൊക്കെ ഏതിന് അണ്ടറിൽ വരും? നോമിനൽ. ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. അപ്പം ഓർത്തിരുന്നു, പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിൽ, അതൊരു മനുഷ്യനാവാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ലൈക്ക് കമ്പനി, ട്രസ്റ്റ്, ബിസിനസ് അങ്ങനെയുള്ള പേരിലുള്ളതാവാം. ആ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ, ഒരാളുടെ പേര് എഴുതുന്നതിന് പകരം അവരുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത് മറ്റൊരു പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. അപ്പം ഇത് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോട്ടെ. ഞാൻ ഇതിനകത്ത് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. അക്കൗണ്ടുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെ? പേഴ്സണൽ, റിയൽ, നോമിനൽ. നിങ്ങൾ എവിടെ തിരിക്കുമെന്ന് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിലുള്ളത്, റിയൽ എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ അസറ്റ്സ്, നോമിനൽ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ എബോ അക്കൗണ്ട്സ് ഇൻറ്റു 3 അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച്. ക്ലാസിഫൈ ദ എബോ അക്കൗണ്ട്സ് ഇൻറ്റു 3 അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച്. ക്ലാസിഫൈ ദ എബോ അക്കൗണ്ട്സ് ഇൻറ്റു 3 അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച്. അക്കൗണ്ടുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും ട്രഡീഷണൽ അപ്രോച്ച് ഉപകാരം. എങ്ങനെ? ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എഴുതി വെച്ച് ഈ അക്കൗണ്ടുകളെ മൂന്നായിട്ട് തിരിക്കണം. ക്യാഷ് ഏതിന് അണ്ടറിൽ വരുമായിരിക്കും? പറ. ക്യാഷ് ഞാൻ എന്നാ പറഞ്ഞാൽ ഗാന്ധിജിയുടെ പടം ഉള്ളതുകൊണ്ട് പേഴ്സണായിട്ട് എടുക്കണോ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്തും കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, അതൊക്കെയാണ് പൊതുവെ വരുന്നത്. പേഴ്സൺ. റിയൽ, ക്യാഷ് റിയൽ. ഒരു ഡൗട്ട് ഉണ്ടാവരുത്, ക്യാഷ് ഒരു അസറ്റാണ്, റിയൽ. അത് ഏതിന് അണ്ടറിൽ വരും? ക്യാഷ് റിയലിന് അണ്ടറിൽ വരും. നമുക്ക് മേളിൽ നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ ഏതിന് അണ്ടറിൽ വരും? ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു, ഓണർക്ക് നാണയത്തിന് ഓണർ പേരിൽ എഴുതാതെ നമ്മൾ എഴുതി വെച്ചിട്ട് വാക്കല്ലേ. ഇറ്റ്സ് എ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. അപ്പോൾ പേഴ്സണൽ അണ്ടറിൽ വരും. ക്യാപിറ്റൽ ഏതിന് അണ്ടറിൽ കിടക്കുന്നു? പേഴ്സണൽ അണ്ടറിൽ. ഒന്നുകൂടെ ചോദിക്കാം. ക്യാഷ് ഒന്ന് പറഞ്ഞതാ, ഒന്ന് എഴുതിയാൽ മതി. ക്യാഷ് എന്ന് പറഞ്ഞാൽ 10 തവണ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഏതിന് അണ്ടറിൽ? റിയൽ. ബാങ്ക് ഏതിന് അണ്ടറിൽ? ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതൊരു കമ്പനിയാണ്, അതൊരു പേഴ്സൺ ആണ്. സോ ബാങ്ക് പേഴ്സണലിന് അണ്ടറിലാണ് വരുന്നത് കേട്ടോ, ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം. ക്യാഷ് റിയൽ അറിയാലോ. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ്സ് അല്ലേ, ഇതൊരു പേഴ്സണൽ സ്വഭാവം ഇല്ലാത്തല്ലേ. ഫർണിച്ചർ റിയലിന് അണ്ടറിൽ വരും. ക്യാഷ് റിയൽ. പർച്ചേസസോ, ഗുഡ്സ് മേടിച്ചതൊക്കെയോ, അത് എക്സ്പെൻസസ്, നോമിനലിന് അണ്ടറിൽ വരും. ദെൻ പർച്ചേസസ് നോമിനൽ. ഗോപികയോ ഒരു പേഴ്സണല്ലേ, പേഴ്സണൽ അണ്ടറിൽ വരും. ഗോപിക പേഴ്സണൽ അണ്ടറിൽ വരും. എന്താ കൺഫ്യൂഷൻ അല്ലേ? പർച്ചേസസ് ക്യാഷ് റിയൽ. ക്യാരേജ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി കൊടുക്കുന്നത്, അതൊരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലേ. ക്യാരേജ് ഇൻവേഴ്സ് നോമിനൽ അണ്ടറിൽ വരും. ദെൻ ക്യാഷ് റിയൽ. ബാങ്ക് പേഴ്സണൽ. ദെൻ ക്യാഷ് റിയൽ. സെയിൽസ് നോമിനൽ. അതല്ലേ നമ്മുടെ മെയിൻ ഇൻകം, ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ഇൻകം, ഒരു ഫുഡ് വെയർ ഷോപ്പിൻ്റെ മെയിൻ ഇൻകം സെയിൽസ്. എവിടെ? നോമിനൽ. സെയിൽസ് നോമിനൽ. അഖിൽ പേഴ്സണൽ. ക്യാഷ് റിയൽ അറിയാലോ. ഗോപിക പേഴ്സണൽ. ക്യാഷ് റിയൽ. അഖിൽ പേഴ്സണൽ. ക്യാഷ് റിയൽ. കമ്മീഷൻ കിട്ടിയത് ഒരു ഇൻകം അല്ലേ, സോ നോമിനൽ. ദെൻ ക്യാഷ് റിയൽ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ തരേണ്ടത്, ഓണർ എടുത്തുകൊണ്ട് പോയത്, ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോയത്, പേഴ്സണൽ അണ്ടറിൽ തന്നെ, ഡൗട്ട് വരരുതേ. സെയിൽസ് നോമിനൽ. ബാങ്ക് പേഴ്സണൽ. ക്യാഷ് റിയൽ. സാലറി നോമിനൽ. ബാങ്ക്
പേഴ്സണൽ, റെൻറ്റ് നോമിനൽ, റെൻറ്റ് നോമിനൽ എക്സ്പെൻസ്, സാലറി നോമിനൽ. ഞാൻ ചോദിക്കട്ടെ ഏതിന് അണ്ടർ വരും എന്നാണ് വേണമെങ്കിൽ ആൻസർ വെച്ച് പറയാം. അപ്പോൾ പേഴ്സണൽ അണ്ടറിൽ എന്തൊക്കെ വരും? ക്യാപിറ്റൽ, അത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണാണ്. ബാങ്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ബാങ്ക് എന്ന് പറയുമ്പോൾ കമ്പനി. ഗോപിക ഒരു നാച്ചുറൽ പേഴ്സണാണ് അല്ലേ, അല്ലെങ്കിൽ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കും. ഡ്രോയിങ്സ് ഒരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. പേഴ്സണൽ അണ്ടർ ഈ 3 ടൈപ്പ് പേഴ്സൺസ് വരുമെന്ന് ഓർത്തിരുന്നു. ഏതൊക്കെ? ക്യാപിറ്റൽ, ബാങ്ക്, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. റിയൽ എന്ന് പറയുമ്പോൾ പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്സ് മാത്രമേ വരുള്ളൂ. ബാങ്ക് ഒരു അസറ്റ് അല്ലേ, പക്ഷേ പേഴ്സണൽ സ്വഭാവം ഉണ്ട്. അഖിലിനും ഗുഡ്സ് വിറ്റ് പൈസ തരേണ്ട ഒരു അസറ്റ് അല്ലേ, പക്ഷേ പേഴ്സണൽ സ്വഭാവം ഉള്ളതെല്ലാം പേഴ്സണൽ അണ്ടറിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒന്നിന് അണ്ടറിൽ വരുള്ളൂ കേട്ടോ. ക്യാഷ്, ഫർണിച്ചർ, മിഷനറി, ബിൽഡിംഗ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് റിയൽ. നോമിനൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ബിസിനസ്സിൻ്റെ. ഇസ് ഇറ്റ് ക്ലിയർ? ഈ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. തൽക്കാലം അക്കൗണ്ടുകളെ 3 ആയിട്ട് തിരിക്കാം. ഓക്കെ ആണോ? ഏതൊക്കെ? ക്യാപിറ്റൽ, ബാങ്ക്, ഇതൊക്കെ ഏതിൻ്റെ പേഴ്സണൽ അണ്ടറിൽ? റിയൽ, നോമിനൽ. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം ഏതിന് അണ്ടറിൽ വരും എന്നുള്ളത്. ക്യാഷ് ഏതിന് അണ്ടറിൽ വരും? റിയൽ. ക്യാപിറ്റൽ പേഴ്സണൽ, ക്യാഷ് റിയൽ. ബാങ്ക് പേഴ്സണൽ, ക്യാഷ് റിയൽ. ഫർണിച്ചർ റിയൽ, ക്യാഷ് റിയൽ. പർച്ചേസസ് നോമിനൽ, പർച്ചേസസ് നോമിനൽ. ഗോപിക പേഴ്സണൽ, ക്യാഷ് റിയൽ. കുറച്ച് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് സ്പീഡ് ആവുള്ളൂ. ക്യാരേജ് ഇൻവേർട്സ് നോമിനൽ, ക്യാഷ് റിയൽ. ബാങ്ക് പേഴ്സണൽ, ക്യാഷ് റിയൽ. സെയിൽസ് നോമിനൽ, സെയിൽസ് നോമിനൽ. അഖിൽ പേഴ്സണൽ, ക്യാഷ് റിയൽ. ഗോപിക പേഴ്സണൽ, ക്യാഷ് റിയൽ. അഖിൽ പേഴ്സണൽ, ക്യാഷ് റിയൽ. കമ്മീഷൻ നോമിനൽ, ക്യാഷ് റിയൽ. ഡ്രോയിങ്സ് പേഴ്സണൽ, സെയിൽസ് നോമിനൽ. ബാങ്ക് പേഴ്സണൽ, ക്യാഷ് റിയൽ. സാലറി നോമിനൽ, ബാങ്ക് പേഴ്സണൽ. റെൻറ്റ് നോമിനൽ. സിമ്പിൾ അല്ലേ? ഇനി ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് നോക്ക്. ജീവൻ സാറ്റർഡേ ഫുഡ്വെയർ ഷോപ്പിന് ജീവൻ ഫുഡ്വെയർസ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെ? ക്യാഷ്, ക്യാപിറ്റൽ, ക്യാഷ്, ക്യാപിറ്റൽ, ക്യാഷ്, ക്യാപിറ്റൽ. ക്യാഷ് ഏതിന് അണ്ടറിൽ വരും? ക്യാഷ് ഏതിന് അണ്ടറിൽ വരും? റിയൽ. നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കട്ടോ. ക്യാപിറ്റൽ അപ്പോൾ ഏതിന് അണ്ടറിൽ വരും? പേഴ്സണൽ. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്, ക്യാഷ് റിയൽ. ബാങ്ക് പേഴ്സണൽ. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ക്യാഷ് ഫർണിച്ചർ, ക്യാഷ് റിയൽ. ഫർണിച്ചറും റിയൽ. 2 റിയലോ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് റിയൽ. പർച്ചേസസ് നോമിനൽ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക, പർച്ചേസസ് ഗോപിക. പർച്ചേസസ് നോമിനൽ, ഗോപിക പേഴ്സണൽ. പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്തു. ക്യാഷ് റിയൽ. ക്യാരേജ് ഇൻവേർട്സ് നോമിനൽ. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ക്യാഷും ബാങ്കും. ക്യാഷ് റിയലും ബാങ്ക് പേഴ്സണൽ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് റിയൽ. സെയിൽസ് നോമിനൽ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിൽ, സെയിൽസും അഖിലും. സെയിൽസ് നോമിനൽ, അഖിൽ പേഴ്സണൽ. പെയ്ഡ് ക്യാഷ് ടു ഗോപിക, ക്യാഷും ഗോപിക. ക്യാഷ് റിയൽ, ഗോപിക പേഴ്സണൽ. റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ, ക്യാഷും അഖിലും. ക്യാഷ് റിയൽ, അഖിൽ പേഴ്സണൽ. റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്, ക്യാഷ് റിയൽ. കമ്മീഷൻ നോമിനൽ. ഞാൻ പറഞ്ഞൊന്നും തെറ്റിയിട്ടില്ല എന്ന് കരുതുന്നു കേട്ടോ. ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്, ക്യാഷ് റിയൽ. ഡ്രോയിങ്സ് പേഴ്സണൽ. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആൻഡ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്, ബാങ്ക് പേഴ്സണൽ. സെയിൽസ് നോമിനൽ. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, സാലറി നോമിനൽ. ക്യാഷ് റിയൽ. ഓർഡർ നോക്കണ്ട, 2 പേര്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്, റെൻറ്റ് നോമിനൽ, ബാങ്ക് പേഴ്സണൽ. പറഞ്ഞാൽ ശരിയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഒരു 6-7 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ പർപ്പസ്. എന്താണ് പഠിക്കാനുള്ളത്? ഒരു ഐഡിയ, ഒരു ഓവറോൾ പിക്ചർ. അക്കൗണ്ട്സിൽ എങ്ങനെ എഴുതണം, ജേണൽ എങ്ങനെ എഴുതണം, ആ ഒരു ഐഡിയ എങ്കിലും കിട്ടിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ, ഇതിലേക്ക് വരാം. പിന്നെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ക്വാളിറ്റി അറിയുക, സ്റ്റൈൽ അറിയുക, അക്കൗണ്ട്സ് അറിയുക, സി അറിയുക, വരിക, പൊളിക്കുക. ഓക്കെ. ദെൻ അപ്പം നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? കൺഫ്യൂഷൻ. ഏത് കൺഫ്യൂഷൻ? ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്താലും ഏത് വാക്ക്? ക്യാഷ് ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താലും ക്യാഷ് ബാങ്ക്. അപ്പോൾ ഇവിടെയോ ക്യാഷ് ബാങ്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 വാക്ക് ഏതൊക്കെ? ക്യാഷ് ബാങ്ക്, ക്യാഷ് റിയൽ, ബാങ്ക് പേഴ്സണൽ. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താലും ക്യാഷ് ബാങ്ക്, ക്യാഷ് റിയൽ, ബാങ്ക് പേഴ്സണൽ. എന്നോർത്തുകൊണ്ട് നമ്മുടെ കൺഫ്യൂഷൻ മാറുമോ? ഇല്ല. അതേപോലെ ഇവിടെയോ ക്യാഷ് ഫർണിച്ചർ, ഫർണിച്ചർ മേടിച്ചാലും ഫർണിച്ചർ വിറ്റിട്ട് ക്യാഷ് കിട്ടിയാലും 2 സെയിം പേരാ, 2 റിയലിനുണ്ടല്ലോ. എന്നോർത്തുകൊണ്ട് കൺഫ്യൂഷൻ മാറില്ല. ക്യാഷ് ലക്ഷ്മി, ക്യാഷ് റിയലും ലക്ഷ്മി പേഴ്സണലും ആയിരിക്കും. പക്ഷേ എന്നോർത്തുകൊണ്ട് ലക്ഷ്മിക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുത്താണോ ഇങ്ങോട്ട് കിട്ടിയതാണോ പറയാൻ പറ്റുമോ? അല്ല, കൺഫ്യൂഷൻ മാറ്റാനല്ലേ നമ്മളിത് ചെയ്തത്. എന്നിട്ട് കൺഫ്യൂഷൻ മാറിയോ? ഇല്ല. ആ കൺഫ്യൂഷൻ മാറ്റണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് കൂടെ പഠിച്ചാൽ മതി. ഇതേ കഴിയാൻ വേണ്ടി പോട്ടോ. ജേണലിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് ഒറ്റ സ്റ്റെപ്പ് കൂടെ നിങ്ങൾ പഠിച്ചാൽ മതി. ഏത്? ഒറ്റ സ്റ്റെപ്പ്. ഏത്? ഇപ്പം
നമ്മൾ പഠിച്ചത് ഐഡന്റിഫിക്കേഷൻ 2 അക്കൗണ്ട്സ് ഫ്രം ഈച്ച് ട്രാൻസാക്ഷൻ. ഏതൊരു വാക്ക് കിട്ടിയാലും അതിൽ നിന്ന് 2 അക്കൗണ്ട്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഏത് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന ട്രഡീഷണൽ അപ്രോച്ച് മാത്രമേ ഉള്ളൂ. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഏതൊക്കെ? പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ, റിയൽ, നോമിനൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ അതിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കണം. ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇതിലെ ഡെബിറ്റ് എമൗണ്ട് ഉള്ളതിലും ക്രെഡിറ്റ് എമൗണ്ട് ഉള്ളതിലും ഇതിൽ ഏത് എഴുതണം, അല്ലെങ്കിൽ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെ എഴുതണം, അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പ്. അത് ഏതൊക്കെ അക്കൗണ്ടുകൾ വരണമെന്ന് കണ്ടുപിടിച്ചു, അത് ഏതിന് അണ്ടറിൽ വരണമെന്ന് കണ്ടുപിടിച്ചു. ഇനി ഓരോന്നിനും അതിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ നമുക്കൊരു റൂളുണ്ട്. ആ റൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ട്സ്. ഗോൾഡൻ, സ്വർണം. അയ്യോ എന്നാ വിലയാ! സ്വർണം പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അതിനെയാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതുകൂടെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ടുകൾ 3ആയിട്ട് തിരിക്കുന്നത്? പേഴ്സണൽ, റിയൽ, നോമിനൽ. 3 പേര് പഠിക്കണം. പിന്നെ ഓരോന്ന് എഴുതുമ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടെത്തുന്ന എന്തെന്ന് എഴുതണം? ക്യാപിറ്റൽ. എടുത്തുകൊണ്ട് പോയ ഡ്രോയിങ്സ്. ഗുഡ്സ് മേടിച്ച പർച്ചേസ്, ഗുഡ്സ് വിറ്റ സെയിൽസ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു പുതിയ സാധനം പഠിക്കാനുള്ളത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഈ റൂൾ പഠിക്കണം. പേഴ്സണലിൻ്റെ അണ്ടറിൽ ആരൊക്കെ വരുന്നത്? നാച്ചുറൽ പേഴ്സൺ വരും, ആർട്ടിഫിഷ്യൽ പേഴ്സൺ വരും, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ വരും. ഇനി ഇതിൻ്റെ റൂൾ എന്താ? ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്താ ഡെബിറ്റ്, ക്രെഡിറ്റ്? കൊമേഴ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആണത്. പക്ഷെ നമുക്ക് ആൻസർ ഉണ്ട്. എന്താ ഡെബിറ്റ്, ക്രെഡിറ്റ്? സാറേ നമ്മൾ ഡെബിറ്റ് വാട്ട് കംസ്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. റിയൽ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി നോമിനൽ ആണെങ്കിലോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. മിക്കവാറും നമ്മൾ ക്ലാസ് വരെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും, എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും? പിള്ളേർ പറയും, സാറേ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഒരു ഉറപ്പില്ലാതെ എന്താ ഈ ഡെബിറ്റും ക്രെഡിറ്റും? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജേണലിൽ നമ്മളിങ്ങനെ 2 വാക്കുകളല്ല എഴുതുന്നത്. അത് ഇതേപോലെ കോമയൊന്നും ഇട്ടല്ല എഴുതുന്നത്. 2 ലൈനായിട്ടായിരിക്കും എഴുതി വെക്കുന്നത്. ആദ്യം ഒരു ലൈനിൽ, അടുത്ത ലൈനിൽ. അതിൽ ആദ്യം എഴുതേണ്ട വാക്കാണ് ഡെബിറ്റ്, രണ്ടാമത് എഴുതേണ്ട വാക്കാണ് ക്രെഡിറ്റ്. അതായത് ഓർഡർ ഓഫ് റൈറ്റിംഗ് അക്കൗണ്ട്സ്. ജേണലിലാണെങ്കിൽ അക്കൗണ്ടുകൾ എഴുതുന്ന ഓർഡർ എന്ന് പറയുന്ന പേരാണ് ഡെബിറ്റും ക്രെഡിറ്റും. അതിൽ ആദ്യം എഴുതേണ്ടത് ഡെബിറ്റും രണ്ടാമത് എഴുതേണ്ടത് ക്രെഡിറ്റും. സിമ്പിൾ. ജേണലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജേണലിൽ എഴുതുമ്പോൾ അതിൽ ആദ്യം എഴുതേണ്ടത്, ഇതിനൊരു ഓർഡർ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ കോമയിട്ട് അങ്ങ് എഴുതിയാൽ പോരാ. ഇതിൽ ഫസ്റ്റ് ലൈനിൽ എഴുതേണ്ടത് ഡെബിറ്റ്, അടുത്ത ലൈനിൽ രണ്ടാമതായിട്ട് എഴുതേണ്ടത് ക്രെഡിറ്റ്. അപ്പോൾ ഇതിനൊരു ഓർഡർ ഉണ്ടോ? ആ ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെബിറ്റും ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ്, രണ്ടാമത് എഴുതേണ്ടത് ക്രെഡിറ്റ്. അപ്പോഴോ പർട്ടിക്കുലൈസ് കോളത്തിൽ നമ്മൾ ആദ്യം ഒരു ഡെബിറ്റ് എഴുതും, അടുത്ത ലൈനിൽ ഇച്ചിരി റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി ക്രെഡിറ്റ് എഴുതും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആദ്യം എഴുതിയിരിക്കുന്ന ഡെബിറ്റ്, രണ്ടാമത് ഇച്ചിരി റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്ന ക്രെഡിറ്റ്. എന്നിട്ട് ഡെബിറ്റിന് നേരെ നമ്മൾ ഡെബിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് എഴുതും. ക്രെഡിറ്റിന് നേരെ, ഇത് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിന് നേരെ ആ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ അടുത്തതിൻ്റെ എമൗണ്ട് എഴുതും. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നും സംഭവിച്ചിട്ടില്ല. ദെൻ അപ്പോൾ ഡെബിറ്റ്, ക്രെഡിറ്റ് ഇത് കണ്ടുപിടിക്കാൻ ഒരു റൂളുണ്ട്. ആ റൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇപ്പം നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ അക്കൗണ്ടുകളെ 3ആയിട്ട് തിരിക്കും. പേഴ്സണൽ, റിയൽ, നോമിനൽ. കഥ ഇതുവരെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും അതിൽ നിന്ന് 2 വാക്കുകൾ വെച്ച് കണ്ടുപിടിക്കണം. അക്കൗണ്ട്സ്, അതിനെ അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ആ വാക്കുകൾ, അക്കൗണ്ട്സിനെ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് 3ആയിട്ട് ക്ലാസ് ചെയ്യും. പേഴ്സണൽ, റിയൽ, നോമിനൽ. എന്നിട്ടോ അതിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. എന്താ ഡെബിറ്റ്, ക്രെഡിറ്റ്? ഇതിൽ ഓർഡർ ഉണ്ട്. അക്കൗണ്ടുകൾ എഴുതുമ്പോൾ അതിൽ ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ്, രണ്ടാമത് എഴുതേണ്ടത് ക്രെഡിറ്റ്. ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി റൂളുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റൂള്. പേഴ്സണൽ അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, ആരൊക്കെയാണ് വരുന്നത് അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ വരും, ബാങ്ക് വരും, ഗോപിക വരും, അഖിൽ വരും, ഡ്രോയിങ്സ് വരും. ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം ആദ്യം എഴുതണം, എപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം? അതായത് ഗോപികനെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, അഖിലിനെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ 2 സംഭവിക്കാം കേട്ടോ. ഒരു സമയത്ത് ഡെബിറ്റ് ചെയ്യാം, അടുത്ത സമയത്ത് ക്രെഡിറ്റ് ചെയ്യാം. ക്ലിയർ? എല്ലാവരും എപ്പോഴും തന്നെ ഡെബിറ്റ് തന്നെ ചെയ്യണം നിർബന്ധമില്ല. ചിലപ്പോൾ ഡെബിറ്റ് ചെയ്യാം, ചിലപ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. റൂൾ നോക്കിക്കോ. ഒരു പേഴ്സണെ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ദ റിസീവർ. ആള് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. ആളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല കേട്ടോ. ഓണറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, ബിസിനസ്സിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലെ എല്ലാ സിറ്റുവേഷനിലും ബിസിനസ്സിൻ്റെ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ. ഒന്നുകൂടെ ഓർത്തോ, അക്കൗണ്ടിങ് ഇസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യം ചിന്തിച്ചാൽ മതി. ബിസിനസ്സുകാരനോ കടയിൽ വന്നു പോകുന്ന ആളുടെ കാര്യങ്ങളല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ബിസിനസ്സിനെ സംബന്ധിച്ച് അയാൾ നമ്മുടെ ഒരു റിസീവർ ആണെങ്കിൽ പിടിച്ച് ഡെബിറ്റ് ചെയ്യുക. ഒരു പേഴ്സൺ അത് നമ്മുടെ ഒരു റിസീവർ ആണെങ്കിൽ പിടിച്ച് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. റിസീവർ, ഗീവർ ഒന്നുകൂടെ പറഞ്ഞേ.
റിസീവർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വീകർത്താവ് മലയാളത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സ്വീകർത്താവാണ്, ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്ത ഒരാളാണ് എങ്കിൽ അയാളെ പിടിച്ച് ഡെബിറ്റ് ചെയ്യും. ബിസിനസ്സിന് എന്തെങ്കിലും ഇങ്ങോട്ട് തന്ന ആളാണെങ്കിൽ അയാളെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് റിസീവർ ക്രെഡിറ്റ് ഗിവർ. മാറിപ്പോരുത്. പേഴ്സണൽ അണ്ടർ കുറേ ആൾക്കാരെ വരുന്നത്, അവരിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റിസീവർ ഗിവർ എന്നാണ് നോക്കുന്നത്. ദെൻ ഒരാൾ റിസീവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒരാൾ ഗീവർ ആണെങ്കിൽ നമ്മൾ അതിനെ പിടിച്ച് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒരാൾ ഒരു പേഴ്സൺ അയാൾ ഒരു റിസീവർ ആണെങ്കിൽ അയാളെ പിടിച്ച് ഡെബിറ്റ് ചെയ്യുക, ഗീവർ ആണെങ്കിൽ അയാളെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യും. ഒരു പേഴ്സൺ അയാൾ ഒരു റിസീവർ ആണെങ്കിൽ നമ്മൾ അയാളെ പിടിച്ച് ഡെബിറ്റ് ചെയ്യുക, അയാളൊരു ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാലോ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം, ഞാൻ ഇത് ഇട്ട് തുടങ്ങാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. നമ്മുടെ ബിസിനസ് പോയി ഗോപികയുടെ അടുത്ത് പോയി ഗുഡ്സ് മേടിച്ചുകൊണ്ട് വന്നു. ഗോപികയുടെ അടുത്ത് പോയി നമ്മൾ ഗുഡ്സ് മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ ചിന്തിക്കേണ്ട ബിസിനസ്സിൻ്റെ കാര്യം. ബിസിനസ്സിനെ സംബന്ധിച്ച് ഗോപിക ഒരു റിസീവറാണോ ഗീവറാണോ? ബിസിനസ്സിന് ഇങ്ങോട്ട് തന്ന ആളാണോ ഗോപിക? റിസീവറാണോ? നിങ്ങൾ തന്നെ പറ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. നമ്മൾ ഗോപികയുടെ അടുത്ത് പോയി ഗുഡ്സ് മേടിച്ചുകൊണ്ട് വന്നു. ബിസിനസ്സിന് ഗുഡ്സ് കിട്ടി. ആര് തന്നു? ഗോപിക തന്നു. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ എഴുതുന്ന ഏതൊക്കെ? പർച്ചേസസും ഗോപികയും. പർച്ചേസസ് എന്താണെങ്കിലും നോമിനൽ എൻട്രി പോകും. അതിൻ്റെ റൂളൊക്കെ ഞാൻ പഠിപ്പിക്കാം. ഗോപികയോ പേഴ്സണൽ എൻട്രി വരും. ഗോപികനെ അവിടെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഗോപിക റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഗോപികയുടെ റിസീവർ ആണോ ഗീവർ ആണോ? പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. ഗോപിയുടെ അടുത്ത് പോയി നമ്മൾ ഗുഡ്സ് മേടിച്ചു. ഗോപിക ബിസിനസ്സിൻ്റെ റിസീവർ ആണോ ഗീവർ ആണോ? ഗീവർ ആണ്. ബിസിനസ്സിന് തന്നാണ്. എന്ത് തന്നു? ഗുഡ്സ് തന്നു. ഗോപികനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇതുപോലെ നോക്കിക്കേ, പെയ്ഡ് ക്യാഷ് ടു ഗോപിക. നമ്മൾ ഗോപികയ്ക്ക് ക്യാഷ് കൊടുത്തു. ഒരു വാക്ക് ക്യാഷ് ആണ്, അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഗോപിക. ഗോപിക ഒരു പേഴ്സണാണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഗോപിക്ക് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്തു. ഗോപിക നമ്മുടെ റിസീവറാണ്. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് റിസീവ് ചെയ്തു? ക്യാഷ് റിസീവ് ചെയ്ത ആളാണ് ഗോപിക. അപ്പോൾ ഗോപികനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒരാൾ റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതേപോലെ നോക്ക്, ജീവൻ സാറ്റർഡേ ഫുഡ് വർക്ക്ഷോപ്പ് നെയിം ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. രണ്ട് അക്കൗണ്ട് ഏതൊക്കെ? ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് റിയൽ, അവിടെ നിൽക്കട്ടെ. ക്യാപിറ്റലോ പേഴ്സണൽ അണ്ടറിലാണ് വരുന്നത്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഓണർ തന്നു. ഓണർ എന്ത് തന്നു? ക്യാഷ് തന്നു. അപ്പോൾ ഓണർ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ഗീവറാണ്. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റ് ക്യാഷ്. അതിലേക്ക് ഞാൻ വരാം കേട്ടോ. റൂൾ ഇത്രേ ഉള്ളൂ. പേഴ്സണൽ അണ്ടർ കുറേ ആൾക്കാരെ വരുന്നത്. അയാൾ റിസീവർ ആണെങ്കിൽ റിസീവർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ച ഒരാളാണ്. ബിസിനസ്സിൻ്റെ റിസീവർ എന്ന് പറയാൻ വേണ്ടി പറ്റണം. ബിസിനസ് അല്ല റിസീവർ. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരാൾ ബിസിനസ്സിൻ്റെ റിസീവർ, ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ച ആളാണെങ്കിൽ അയാൾ റിസീവർ. ബിസിനസ്സിന് എന്തെങ്കിലും ഇങ്ങോട്ട് കൊടുത്ത ആളാണെങ്കിൽ അയാൾ ഗീവർ. ക്ലിയർ? കൺഫ്യൂഷൻ ആവരുത്. ഇതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ പറയുന്നത്. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിലോ അയാൾ റിസീവർ. ബിസിനസ്സിന് ഒരാൾ എന്തെങ്കിലും ഇങ്ങോട്ട് കൊടുത്താലോ ഇങ്ങോട്ട് തന്നാലോ അയാൾ ഗീവർ, ബിസിനസ്സിൻ്റെ ഗീവർ. ഇസ് ഇറ്റ് ക്ലിയർ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഇനി അടുത്തോടെ പഠിപ്പിക്കാം റിയൽ. ഇത് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിയലിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? അസറ്റ്സ്, പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്സ്. ക്യാഷ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മിഷനറി. ഇതൊക്കെയോ സിമ്പിൾ. വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിൻ്റെ കാര്യം നോക്കണം. പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഫർണിച്ചർ ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഫർണിച്ചർ എടുത്ത് വിറ്റു, ഫർണിച്ചർ കൊടുത്തു, ക്രെഡിറ്റ് ചെയ്യാം. ബിൽഡിംഗ് മേടിച്ചു, ഡെബിറ്റ് ചെയ്യുക. ബിൽഡിംഗ് കൊടുത്തു, ക്രെഡിറ്റ് ചെയ്യുക. മിഷനറി മേടിച്ചു, ഡെബിറ്റ് ചെയ്യുക. മിഷനറി വിറ്റു, ക്രെഡിറ്റ് ചെയ്യുക. അപ്പം ക്യാഷ് വന്നു, ഡെബിറ്റ് ചെയ്യുക, പോയാൽ ക്രെഡിറ്റ് ചെയ്യുക. അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നാൽ ഡെബിറ്റ് ചെയ്യുക, പോയാൽ ക്രെഡിറ്റ് ചെയ്യുക. വന്ന ഡെബിറ്റ്, പോയാൽ ക്രെഡിറ്റ്. വന്ന ഡെബിറ്റ്, പോയാൽ ക്രെഡിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ നോമിനൽ. അതോട് പറഞ്ഞിട്ട് ഞാൻ ഫുൾ ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം കേട്ടോ. നോമിനൽ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. റൂൾ. എക്സ്പെൻസസ് ആണെങ്കിൽ അതൊരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, റെൻറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ്. ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോഴോ അത് ബിസിനസ്സിന് ഒരു ഇൻകമാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോഴോ അതൊരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസാണ്. സാലറി കൊടുത്തു എന്ന് പറയുമ്പോഴോ ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ്. കമ്മീഷൻ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ഇൻകം. കമ്മീഷൻ ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലോ അതൊരു എക്സ്പെൻസാണ്. അഡ്വർടൈസ്മെൻറ്റ് ചാർജസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസാണ് ബിസിനസ്സിൻ്റെ. അങ്ങനെ എക്സ്പെൻസസും ലോസസും നടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻകമോ ഗെയിനോ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യണം? ഇൻകംസും ഗെയിൻസും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നത്. നേട്ടങ്ങൾ, ഗെയിൻസ്. അസറ്റ് വിറ്റുമ്പോൾ നമുക്കൊരു ലാഭം വന്നു, ഗെയിൻ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസസ് ലോസസും ആണെങ്കിലോ ഡെബിറ്റ് ചെയ്യണം.
റൂൾ എങ്ങനെ വരും? പേഴ്സണൽ, റിയൽ, നോമിനൽ. അക്കൗണ്ട്സിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. ചേരെ പേഴ്സണൽ, റിയൽ, നോമിനൽ. അക്കൗണ്ട്സിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നത്. പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. റിയൽ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ക്ലിയർ? റൂൾ എന്ന് പഠിച്ചിരുന്ന റൂൾ. പേഴ്സണൽ റൂള് ആൾക്കാരെ നമ്മൾ തിരിക്കുന്നത്. ആൾക്കാർ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഇനി റിയലിന് അണ്ടറിൽ വരുന്നതോ കുറച്ച് പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്സ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മാറിപ്പോരുത്. നോമിനൽ എന്ന് പറയുമ്പോൾ കുറേ എക്സ്പെൻസസ് ഇൻകംസോ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അങ്ങനെയാണ് പഠിച്ചു. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ, റൂൾ ഓക്കെ ആണോ? മാറിപ്പോരുത്. ഇത് നന്നായിട്ട് പഠിക്കണേ. കാരണം ഇതുകൂടെ അറിഞ്ഞാൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആയി. ഡെബിറ്റും ക്രെഡിറ്റും അറിഞ്ഞാൽ ജേണൽ എഴുതാൻ പഠിച്ചു. ജേണൽ എഴുതാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ പകുതിയായി. ക്ലിയർ? റൂൾ ഒന്ന് പഠിച്ച്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. അത് ഏതിൻ്റെയാ? പേഴ്സണൽ. അപ്പോൾ പേഴ്സൺ ആണെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു പേഴ്സൺ ആണെങ്കിലോ അയാൾ റിസീവർ ആണെങ്കിൽ ഡെബിറ്റ്, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ്. ഒരു പേഴ്സൺ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്ന? റിസീവർ ആണെങ്കിൽ. എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്ന? ഗീവർ ആണെങ്കിൽ. ഒരു പേഴ്സൺ ആണെങ്കിൽ റിസീവർ ആണോ ഗീവർ ആണോ നോക്കുക. ബിസിനസ്സിൻ്റെ റിസീവർ ആണ് അയാളെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അത് ഞാൻ ബാക്കി സിറ്റുവേഷൻസ് പറഞ്ഞുതരാം. ദെൻ റിയൽ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം അസറ്റ്സ്, ഇംപേഴ്സണൽ അസറ്റ്സ്, പേഴ്സണൽ സ്വഭാവമില്ലാത്ത അസറ്റ്സ്, ക്യാഷ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അന്ന് ഡെബിറ്റ് പോയ ക്രെഡിറ്റ്. നോമിനൽ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ ആണോ? അപ്പോൾ ഇതിന് ഈ ബാക്കി 2 സ്റ്റെപ്പ് പറയണം. ജീവൻ സാറ്റർഡേ ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെയാ? ആദ്യം ഞാൻ പറഞ്ഞത്. ഇതിൽ 2 അക്കൗണ്ട്സ് ഏതൊക്കെ വരും എന്ന് പറഞ്ഞ പിള്ളേരെ? 2 അക്കൗണ്ട്സ് ഏതൊക്കെ വരും? ക്യാഷും ക്യാപിറ്റലും. 2 അക്കൗണ്ട്സ് ഏതൊക്കെ വരും? ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ. ക്യാഷ് ഏതിനണ്ടറി വരും? റിയൽ. ക്യാപിറ്റൽ ഏതിനണ്ടറി വരും? പേഴ്സണൽ. അതറിയണം. എങ്കിൽ അതിൻ്റെ റൂള്, ക്യാഷിൻ്റെ റൂള്, ക്യാഷ് ഏതിനണ്ടറില്ല? റിയൽ. റിയലിൻ്റെ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് ക്യാഷ് വന്നോ പോയോ? വന്നു. പക്ഷെ ഓണറിൻ്റെ പോക്കറ്റിൽ കിടന്ന ക്യാഷോ? പോയി. നമ്മൾ ആരുടെ കാര്യം ചിന്തിച്ചാൽ മതി? ബിസിനസ്സിൻ്റെ കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ക്യാഷ് ഇവിടെ വന്നോ പോയോ? നമ്മൾ പറയാം ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ ക്യാഷ് വന്നു, ഓണർ കൊണ്ട് തന്നു. പക്ഷേ ഓണറിൻ്റെ പോക്കറ്റ് നോക്കുമ്പോൾ ക്യാഷ് പോയി. നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ക്യാഷ് വന്നു, ആരുടെ അടുത്തുനിന്ന് വന്നു? ഓണറുടെ അടുത്തുനിന്ന് വന്നു. അപ്പോൾ ക്യാഷ് റിയൽ വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷിനെ പിടിച്ച് ആദ്യം എഴുതണം. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇതേപോലെ ആദ്യത്തെ ലൈനിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അത്രേ ഉള്ളൂ. അപ്പോഴോ ക്യാപിറ്റൽ ഏതിനണ്ടറി വരും? ഒന്ന് ഡെബിറ്റ് ആണ്, അടുത്തത് ക്രെഡിറ്റ് ആയിരിക്കും. ഇനി പഠിക്കാനുള്ള എളുപ്പം പറയാം. 2 അക്കൗണ്ടുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിലൊന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്തത് ക്രെഡിറ്റ് ആയിരിക്കും. സോ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ അത് നമ്മൾ അങ്ങനെ പഠിക്കണ്ട. പഠിക്കുമ്പോൾ ഷോർട്ട് കട്ട്സ് ഒന്നും നമുക്ക് വേണ്ട. ദെൻ ജീവൻ സാറ്റർഡേ ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് റിയൽ. റിയലിൻ്റെ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് ഇവിടെ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് വന്ന ഡെബിറ്റ് പോയ ക്രെഡിറ്റ്. റിയലിൻ്റെ റൂൾ എത്രയാണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ വന്ന ഡെബിറ്റ് പോയ ക്രെഡിറ്റ്. സോ ക്യാഷ് വന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. പിന്നെയോ ആരെ പൈസ കൊണ്ട് തന്നത്? ഓണർ. ഓണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓണറിൻ്റെ പേര് എല്ലാ ക്യാപിറ്റൽ എന്ന് എഴുതി വെക്കും. ക്യാപിറ്റൽ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഇപ്പോൾ ഒരു പേഴ്സൺ ആയിട്ട് കരുതണം. ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഓണർ, ജീവനെ കണ്ടോണം. ജീവൻ ഒരു പേഴ്സൺ. അവരാൾ റിസീവറാണോ ഗീവറാണോ? ഇങ്ങനെ ചിന്തിക്കുക. ജീവനെടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി, ജീവൻ നമുക്ക് ക്യാഷ് തന്നു. അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ ബിസിനസ് റിസീവറാണ്. ഒരിക്കലും നമ്മുടെ ബുക്കിൽ ജീവൻ ഫുഡ് വേസ്റ്റ് എന്നുള്ള പേര് നമ്മൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ബിസിനസ് ആരാണെന്നല്ല നോക്കേണ്ടത്. ബിസിനസ്സിനെ സംബന്ധിച്ച് ജീവൻ അവിടെ ആരാണ്? ഒരു ഗീവറാണ്. അപ്പോൾ ഗീവർ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒരു കൺഫ്യൂഷൻ വന്നാൽ ഒന്ന് കിട്ടിയാൽ അടുത്ത് ഓട്ടോമാറ്റിക്കലി കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എഴുതണം? ആദ്യം ക്യാഷും അടുത്തത് ക്യാപിറ്റലും. അപ്പോൾ ഓർഡർ എഴുതുമ്പോൾ ഫസ്റ്റ് ക്യാഷ്, ദെൻ ക്യാപിറ്റൽ. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇത് ഇങ്ങനെ എഴുതണം. എങ്ങനെ? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇത് ആദ്യം ഇങ്ങനെ ക്യാഷ്, അടുത്ത ലൈനിൽ ക്യാപിറ്റൽ. ഇനി ഇതെങ്ങനെ എഴുതണമെന്നൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. മനസ്സിലാവും. ഡെബിറ്റ് ക്രെഡിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ജേണലിൽ എങ്ങനെ എഴുതണമെന്ന് പക്കം ഞാൻ കാണിച്ചു കാണിക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് ജേണലിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ജീവൻ സാറ്റർഡേ ഫുഡ്വെയർ ഷോപ്പിന് ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെ? ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് ഏതിനണ്ടറി വരും? റിയൽ. റിയലിൻ്റെ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇത്ര അറിയണം സ്പീഡിൽ. ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾ പ്രോസസ്സ് ചെയ്താലേ ഇനി ഓർഡർ കിട്ടുള്ളൂ. അതിനെന്തൊക്കെ അറിയണം? ഏതൊക്കെ അക്കൗണ്ടുകൾ വരുമെന്ന് അറിയണം, അത് ഏതിൻ്റെ അണ്ടറിലാണെന്ന് അറിയണം, അതിൻ്റെ റൂൾ അറിയണം. ഇത് 3 അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കിട്ടുക. അപ്പോൾ ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിൻ്റെ കാര്യം വേണം ചിന്തിക്കാൻ. വന്നു. ഇനി ഓണറോ?
ആ ക്യാഷ് തന്ന ആളാണ് ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം എങ്ങനെ വരും ഇത്? ഈ ക്യാഷ് ക്യാപിറ്റൽ ഓർഡർ കിട്ടിയില്ലേ? ഇനി ഇങ്ങനെ ഓർഡറിൽ എഴുതുമ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് മാറിക്കോളും. നമുക്ക് നോക്കാം. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റ് ക്യാഷ്. ഇതാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കിയ ആദ്യത്തെ ഐറ്റം. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ക്യാഷ്. ക്യാഷ് ബാങ്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ക്യാഷ് ബാങ്ക്. ക്യാഷ് ഏതിന് എൻട്രി വരും? റിയൽ. ക്യാഷ് വന്നോ പോയോ? ക്യാഷ് റിയലിന് എൻട്രി വരും. ക്യാഷ് വന്നോ പോയോ? ക്യാഷ് പോയി. ഇപ്പോൾ ക്യാഷ് പോയാൽ എന്ത് ചെയ്യണം? ക്യാഷ് പോയി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് പോയി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കോ? ബാങ്ക് പേഴ്സണൽ അണ്ടറിലാണ് വരുന്നത്, അത് മാറിപ്പോരുത്. പേഴ്സണൽ റൂൾ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ബാങ്ക് ഇവിടെ റിസീവർ ആണോ ഗീവർ ആണോ? റിസീവർ എന്ന് പറഞ്ഞാൽ മേടിച്ച ആളാണോ ഗീവർ ആണോ? ഇങ്ങോട്ട് തന്ന ആളാണോ? നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാണോ അതോ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്ത ആളാണോ? റിസീവർ അല്ലേ? നമ്മൾ ബാങ്ക് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തു, നമ്മുടെ പൈസ മേടിച്ചെടുത്ത ആളല്ലേ ബാങ്ക്. ബാങ്ക് നമ്മളെ സംബന്ധിച്ചോ ഒരു റിസീവറാണ്. ആരാ ഗീവർ? നമ്മളാണ്. അപ്പോൾ ബാങ്കോ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിയുമ്പോൾ നമ്മുടെ റിസീവറാണ്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റൂൾ എങ്ങനെ വരും ഓർഡർ? ബാങ്ക് ക്യാഷ് ചെയ്യാമെന്നൂടെ പറയാം. 2 അക്കൗണ്ട് ക്യാഷ് ബാങ്ക്. ക്യാഷ് വന്നോ പോയോ? നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ബാങ്കിൽ ചെന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, നമ്മുടെ കാര്യം ചിന്തിച്ചാൽ മതി. ബാങ്കിൻ്റെ കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്ത ആളാണ്, മേടിച്ച ആളാണ്, റിസീവറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് ക്യാഷ്. അടുത്ത് നോക്കിക്കേ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? ക്യാഷും ഫർണിച്ചറും. ക്യാഷും ഫർണിച്ചറും. ക്യാഷും ഫർണിച്ചറും. ക്യാഷ് ഏത് രണ്ടറി വരും? ക്യാഷ് റിയൽ. ക്യാഷ് വന്നോ പോയോ? ഫർണിച്ചർ മേടിക്കുമ്പോൾ ക്യാഷ് കൊടുക്കണം. ക്യാഷ് പോയി, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഫർണിച്ചർ ഏതിന് എൻട്രി വരും? റിയൽ. ആ രണ്ടും ഒന്നിന് എൻട്രി തന്നെ. ഓക്കെ, റിയൽ. അങ്ങനെ വരാം. റിയൽ. ഫർണിച്ചർ ഇവിടെ വന്നോ പോയോ? ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. അപ്പം റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. രണ്ടും ഫർണിച്ചറും ക്യാഷും 2 റിയൽ എൻട്രിയാണ്. ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. സോ വന്ന ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, പോയ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടും റിയൽ ആയതുകൊണ്ട് കേട്ടോ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെയാണോ ഓർഡർ? ഞാൻ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ്. ഗുഡ്സ് മേടിക്കുമ്പോൾ ക്യാഷ് കടയിൽ പോയി നമ്മൾ ഗുഡ്സ് മേടിച്ചു, ക്യാഷ് കൊടുക്കണം. ക്യാഷ് പോയി, ക്യാഷിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് റിയലാണ്, പോയ ക്രെഡിറ്റ്. അത്ര അറിയാലോ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസസോ നോമിനൽ. ഗുഡ്സ് മേടിക്കുക എന്നൊക്കെ പറയുമ്പോഴോ കടയുടെ ഒരു എക്സ്പെൻസ് അല്ലേ അത്? ഇത്ര സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അത്ര മുടക്കേണ്ട വന്നു. പർച്ചേസസ് എക്സ്പെൻസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നോമിനലിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ പർച്ചേസസ് ഒരു എക്സ്പെൻസ് ആണ്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് റിയൽ, പോയി ഗുഡ്സ് മേടിച്ചപ്പോൾ ക്യാഷ് കൊടുത്തു, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഈസ് ഇറ്റ് ക്ലിയർ? ക്യാഷ് വന്ന എളുപ്പമുണ്ട്. ക്യാഷ് വന്നാൽ ഡെബിറ്റ്, പോയ ക്രെഡിറ്റ്. ഓക്കെ. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. ഗുഡ്സ് മേടിച്ചു ഗോപികയുടെ അടുത്തുനിന്ന്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. 2 വാക്ക് ഏതൊക്കെ? പർച്ചേസസും ഗോപികയും. ഗുഡ്സ് മേടിച്ചു എന്ന് പറയുമ്പോൾ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസിനെ പിടിച്ച് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഗോപികയോ നമുക്ക് ഗുഡ്സ് തന്ന ആളാണ്. ഗോപികയുടെ അടുത്ത് നമ്മൾ പോയി ഗുഡ്സ് മേടിച്ചു. ഗോപിക ഗീവറാണ്. എന്ത് തന്നു? ബിസിനസ്സിന് ഗുഡ്സ് തന്നു. അപ്പോൾ ഗോപിക ബിസിനസ്സിന് ഒരു ഗീവറാണ്. ഗോപികനെ പിടിച്ച് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസസും ഗോപികയും. ഇസ് ഇറ്റ് ക്ലിയർ? ഓർഡർ. അടുത്തത് പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. ക്യാരേജ് ഇൻവേർട്സ് വണ്ടിക്കൂലി കൊടുത്തു. വണ്ടിക്കൂലി കൊടുത്തു. ഇപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകൾ വരും? ക്യാഷ്, ക്യാരേജ് ഇൻവേർട്സ്. ക്യാഷ് ഏതിന് എൻട്രി വരും? റിയൽ. ക്യാഷ് വന്നോ പോയോ? വണ്ടിക്കൂലി കൊടുത്തു, ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ പിടിച്ച് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ 1 കിട്ടി. അടുത്ത് ക്യാരേജ് ഇൻവേർട്സ് ഏതിന് എൻട്രി വരും? നോമിനലാണെങ്കിൽ എക്സ്പെൻസസിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ ക്യാരേജ് ഇൻവേർട്സിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ഇവരെ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. ജീവൻ സ്റ്റാർട്ട് ഫുഡ് വെയർ ഷോപ്പ് നെയ്മഡ് ജീവൻ ഫുഡ് വിത്ത് ക്യാഷ്. ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സ്പീഡ് ആവുള്ളൂ കേട്ടോ. അപ്പം ഏതൊക്കെ അക്കൗണ്ടുകൾ? അപ്പം അഡ്മിഷൻ വെയിറ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ അഡ്മിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി വരുന്ന ആൾക്കാരോ ഈ വീഡിയോ കുറേ തവണ കണ്ടു. നമുക്ക് ആ ഒരു സ്പീഡ്, ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടണ്ടേ? സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ജീവൻ സ്റ്റാർട്ട് ഫുഡ് വെയർ ഷോപ്പ് നെയ്മഡ് ജീവൻ ഫുഡ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? ക്യാഷ് ഇൻ ക്യാപിറ്റൽ. ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ്. ക്യാപിറ്റൽ പേഴ്സണൽ ആണെന്നറിയാം, ഓണർ ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. സോ ക്യാഷ് ക്യാപിറ്റൽ. ദെൻ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ബാങ്ക്. ക്യാഷ് റിയൽ പോയി, നമ്മുടെ ഇത് പോയി, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് പേഴ്സണൽ റിസീവറാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ പറയാവുന്ന രീതി പഠിക്കണം കേട്ടോ. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ക്യാഷും ഫർണിച്ചറും 2 റിയലാണ്. ഫർണിച്ചർ റിയൽ വന്നു, ക്യാഷ് പോയി, അപ്പോൾ ഫർണിച്ചർ ക്യാഷ്. ഓർഡർ ഫർണിച്ചർ ക്യാഷ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഏതൊക്കെ അക്കൗണ്ടുകൾ വരും? പർച്ചേസസും ക്യാഷും. പർച്ചേസസ് ഏതിന് അണ്ടറിൽ വരും?
പർച്ചേസസ് ഏതിന് എൻട്രി വരും? എക്സ്പെൻസസ് ഡെബിറ്റ്. ക്യാഷ് റിയൽ പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. പർച്ചേസസ് ക്യാഷ്. ദെൻ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. പർച്ചേസസ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം, ഗോപിക ഗീവറാണ്, ക്രെഡിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെ പറയാവുന്ന സ്പീഡിലെത്തണം. പെയ്ഡ് ക്യാരേജ് ഇൻവോയ്സ് ത്രൂ ക്യാഷ്. ക്യാഷ് ഒന്ന് പോയി, ക്രെഡിറ്റ് ചെയ്യണം. ക്യാരേജ് ഇൻവോയ്സ് ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഒറ്റ നോട്ടത്തിൽ ആ ഓർഡറിൽ പറയാൻ വേണ്ടി പറ്റണം, അത്ര ഉള്ളടാ. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. രണ്ട് വാക്ക് ഏതൊക്കെ? ക്യാഷും ബാങ്കും. ക്യാഷ് ഇപ്പം നമുക്ക് വന്നു, ക്യാഷ് കിട്ടി, ക്യാഷ് റിയൽ കിട്ടി. അപ്പോൾ ക്യാഷിനെ പിടിച്ച് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാങ്കോ നമുക്ക് ആ ക്യാഷ് തന്ന ഗീവറാണ്. ബാങ്ക് ഒരു പേഴ്സണൽ അക്കൗണ്ട് അല്ലേ, ഗീവറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഓർഡറോ? ക്യാഷ് ബാങ്ക്. അപ്പോൾ ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴോ? ബാങ്ക് റിസീവറാണ്, ക്യാഷ് കയ്യിൽ നിന്ന് പോയി, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് ക്യാഷ് ഓർഡർ. ഇനി ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴോ? നമുക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് റിയൽ വന്നു, ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് ക്യാഷ് തന്ന ആളാണ്, ഗീവറാണ്, ക്രെഡിറ്റ് ചെയ്യണം. പേര് രണ്ടും സെയിം ആണെങ്കിലും എഴുതിയ ഓർഡർ വ്യത്യാസമില്ലേ? ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ബാങ്ക് ക്യാഷ് എന്ന് കണ്ടാൽ എന്തായിരിക്കും? ബാങ്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ക്യാഷ്, ഡിപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ബാങ്ക്. ബാങ്കിൽ നിന്ന് ബാങ്ക് റിസീവറാണ്, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇനി ക്യാഷ് ബാങ്കിൽ നിന്ന് കണ്ടാലോ? ക്യാഷ് വന്നു, ബാങ്ക് ഗീവറാണ്, പറഞ്ഞാൽ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. കൺഫ്യൂഷൻ മാറിയില്ലേ? സെറ്റ്. ഇങ്ങനെ മാറ്റിയെടുക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റു, ക്യാഷ് സെയിൽസ്. ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ഗുഡ്സ് വിൽക്കുമ്പോൾ കടക്കാരെ സംബന്ധിച്ച് ക്യാഷ് കിട്ടും. ക്യാഷ് വന്നു, ക്യാഷിനെ ഡെബിറ്റ്. സെയിൽസോ? അതാണ് മെയിൻ ഒരു വരുമാനം, ഇൻകം. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഗിൽ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഗിൽ ഏതൊക്കെ വരും? സെയിൽസും അഗിലും. സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഇൻകം ആണ്. സെയിൽസ് ഇൻകം ആണ്. അപ്പോൾ സെയിൽ നടക്കുമ്പോൾ എന്താണല്ലോ അത് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ഇൻകം കൂടി, അല്ലെങ്കിൽ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനിയോ അഖിലോ? അഖിലിന് ഗുഡ്സ് വിറ്റു. അഖിലിപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് ഗുഡ്സ് മേടിച്ചു. അഖിൽ നമ്മുടെ റിസീവറാണ്, എന്ത് ചെയ്യണം? അഖിലിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്ത് നോക്കുക, പെയ്ഡ് ക്യാഷ് ടു ഗോപിക. ഗോപികയ്ക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ക്യാഷിൻ്റെ കാര്യം ആദ്യം ചിന്തിക്കും. ക്യാഷ് വന്നോ പോയോ? നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ആ കാര്യം ചിന്തിച്ചാൽ മതി. ഗോപികയുടെ പുറകെ പോകല്ലേ. നമ്മൾ ബിസിനസ്സിന് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാവുള്ളൂ. സുന്ദരികളും സുന്ദരന്മാരും വന്നോന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാൻ വേണ്ടി പോയേക്കരുത്. പെയ്ഡ് ക്യാഷ് ടു ഗോപിക. ഗോപികയ്ക്ക് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തു, അപ്പം ക്യാഷ് പോയി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഗോപികയോ? ഗോപികയ്ക്ക് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്തു. ഗോപിക ആ റിസീവറാണ്, അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഗോപിക ക്യാഷ് എന്ന് എഴുതണം. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തതോ? റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. അഖിലെടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി. ഇപ്പോൾ ഒരു വാക്ക് ഏതായിരിക്കും? ക്യാഷ്. അടുത്ത വാക്ക് ഏതായിരിക്കും? അഖിൽ. റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. ഒരു വാക്ക് ക്യാഷ്. ക്യാഷ് നമുക്ക് കിട്ടി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ആരാ ക്യാഷ് തന്നത്? അഖിൽ. അഖിൽ അപ്പം നമ്മുടെ ഒരു ഗീവറാണ്. ഗീവറെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ 12. റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്. കമ്മീഷൻ കിട്ടി ക്യാഷ് ആയിട്ട്. ഇപ്പോൾ ഒരു വാക്ക് ക്യാഷ്, അടുത്ത വാക്ക് കമ്മീഷൻ. ക്യാഷ് റിയൽ ആണ്, ക്യാഷ് വന്നല്ലോ, കിട്ടിയല്ലേ, ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. കമ്മീഷനോ? നമ്മുടെ ഒരു ഇൻകമാണ്, അപ്പോൾ നോമിനലാണ്. നോമിനൽ റൂൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ കമ്മീഷൻ കിട്ടിയതല്ലേ, നമുക്കൊരു ഇൻകം. അപ്പോൾ എങ്ങനെ വരും? ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയറായി. ഇതേ ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ജീവൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ക്യാഷ് എടുത്തുകൊണ്ട് പോയി. ഏതൊക്കെ വാക്കുകൾ? ക്യാഷ്, ഡ്രോയിങ്സ്. ക്യാഷ് വന്നോ പോയോ? നമ്മൾ ചിന്തിക്കും ജീവൻ്റെ കയ്യിലേക്ക് കിട്ടി, പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യം ചിന്തിക്കും. ബിസിനസ്സിന് വേണ്ടിയിരുന്ന ക്യാഷ് പോയി. അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ജീവനെ അല്ല, ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഓർഡർ ഡ്രോയിങ്സ്. ജീവനോ? ജീവൻ അത് റിസീവറാണ്. ജീവൻ്റെ പേരല്ല, ഡ്രോയിങ്സ് എന്ന് എഴുതുന്നത്. ഡ്രോയിങ്സ് എന്ന് കാണുമ്പോൾ തന്നെ ഓണറിനെ കണ്ടോണം, അത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണാണ്, ജീവനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജീവൻ അവിടെ റിസീവറാണ്, നമ്മൾ ക്യാഷ് എടുത്തുകൊണ്ട് പോയാളാം. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ്, ക്യാഷ്. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആൻഡ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആൻഡ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ഗുഡ്സ് വിറ്റു, പൈസ ബാങ്കിൽ കിട്ടി. സെയിൽസ്, ബാങ്ക്. സെയിൽസ് നോമിനലാണ്, ഇൻകമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് ഒരു പേഴ്സണലാണ്. ബാങ്ക് ഇപ്പം നമ്മുടെ പൈസ മേടിച്ചെടുത്ത ആൾ ബാങ്കാണ്. അപ്പോൾ ബാങ്ക് റിസീവറാണ് നമ്മുടെ, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് സെയിൽസ്. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി കൊടുത്തു, ഇങ്ങനെ ക്യാഷ് ആയിട്ട് സാലറി കൊടുത്തു. അപ്പോൾ ഒരു വാക്ക് സാലറി, അടുത്ത വാക്കോ ക്യാഷ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സാലറി നമ്മളൊരു എക്സ്പെൻസ് അല്ലേ, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഓർഡർ സാലറി, ക്യാഷ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻറ്റ് കൊടുത്തു. റെൻറ്റ് ഒരു എക്സ്പെൻസ് അല്ലേ, കൊടുത്തു, എക്സ്പെൻസ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. ബാങ്കോ? ആ റെൻറ്റ് കൊടുത്തത് ബാങ്കാണ്, നമുക്ക് വേണ്ടി റെൻറ്റ് കൊടുത്തത് ബാങ്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗീവറാണ് ആര്? ബാങ്ക്. നമുക്ക് വേണ്ടി പേയ്മെൻറ്റ് കൊടുത്തതാണ്, റെൻറ്റ് ബാങ്ക്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ
ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഡെബിറ്റ് വന്നാലോ? ചിന്തിച്ച് നമ്മുടെ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്തത് ക്രെഡിറ്റേ വരുള്ളൂ. ഇപ്പോൾ രണ്ട് ഡെബിറ്റ് വന്നാലോ? ചിന്തിച്ച നമ്മുടെ പ്രശ്നമായിരിക്കും, നമ്മുടെ റൂളിൻ്റെ പ്രശ്നമായിരിക്കും, നമ്മുടെ പ്രശ്നമായിരിക്കും, അല്ലാതെ റൂളിൻ്റെ പ്രശ്നമല്ല. ഇസ് ഇറ്റ് ക്ലിയർ? അക്കൗണ്ട്സിൻ്റെയും പ്രശ്നമല്ല. അപ്പോൾ ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഇങ്ങനെ എഴുതുന്ന ഓർഡറിൽ എങ്ങനെ മനസ്സിലാവും? ആദ്യം എഴുതുന്ന ഡെബിറ്റ്, രണ്ടാമത്തെ ക്രെഡിറ്റ്. അപ്പം ജേണലിലാണെങ്കിൽ അക്കൗണ്ടിൽ എഴുതുന്ന ഓർഡർ എന്ന് പറയുന്ന പേരാണ് ഡെബിറ്റും ക്രെഡിറ്റും. അത് തീരുമാനിക്കാൻ വേണ്ടി നമുക്ക് റൂളുണ്ട്. ആ റൂളിൻ്റെ പേരാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഇപ്പം നമ്മൾ പഠിച്ചത് ട്രഡീഷണൽ അപ്രോച്ചാണ്. ഓടേണോ ഇതുപോലെ ഒരു റൂളുണ്ട്. ഈ റൂളിന് എന്തിനു വേണ്ടിയാണ്? ഇത്തേ കാര്യം തന്നെ, ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാനാണ്. തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ ഒന്നേ കവർ ചെയ്യുന്നുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ രണ്ടും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസസ് ഉണ്ട്. ക്ലിയർ? ഇപ്പം നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് പഠിക്കാം. ഇനി മോഡേൺ ഇതിലും എളുപ്പമുള്ളതാണ്. ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കാം, നേരിട്ട് പഠിക്കാം കേട്ടോ. മോഡേൺ ഇതിലും എളുപ്പമുള്ളതാണ്. ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ അക്കൗണ്ടിൽ 3 ആയിട്ട് തിരിച്ചെങ്കിൽ മോഡേണിൽ 5 ആയിട്ട് തിരിക്കും. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. അതിനൊരു റൂളുണ്ട്. റൂൾ ഇത്ര ഉള്ളൂ, സിമ്പിൾ. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്ത ഡെബിറ്റ്, ഡിക്രീസ് ചെയ്ത ക്രെഡിറ്റ്. ലയബിലിറ്റി, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഇൻക്രീസ് ചെയ്ത ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്ത ഡെബിറ്റ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡെബിറ്റ് വന്നാൽ അടുത്ത് ക്രെഡിറ്റ് വരണം. അതിനുവേണ്ടി ഇങ്ങനെ റൂളൊക്കെ ചെയ്തേക്കുന്നതാണ് മോഡേൺ അപ്രോച്ച്. റൂൾ ഇച്ചിരി എളുപ്പമുണ്ട്, പക്ഷെ 5 ആയിട്ടൊക്കെ തിരിക്കണം. അതൊക്കെ നമുക്ക് അടുത്ത് പിന്നെ ക്ലാസ്സിൽ വന്നിട്ട് വേണം പഠിക്കാം. തൽക്കാലം നിങ്ങൾ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ട്രഡീഷണൽ അപ്രോച്ചിന് ഗോൾഡൻ റൂൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ചിന്തിക്കണം. പ്രൊഫഷണൽ കോഴ്സ് ഞാൻ പറയാം, നിങ്ങൾ വായിക്കണം, കഷ്ടപ്പെടണം, ബൈഹാർട്ട് ചെയ്യണം എന്നതിനേക്കാളുപരി നിങ്ങൾ ചിന്തിക്കണം. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കേണ്ടത് ചിന്തിച്ചാണ്, വായിച്ചതിനേക്കാളുപരി. ക്ലിയർ? ചിന്തിക്കാൻ തുടങ്ങുക, ചിന്തിച്ചൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതിനൊരു ക്ലാരിറ്റി വേണം. ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടണം. ഒരു നല്ല ക്ലാസ് നോക്കി നല്ലൊരു സ്ഥലത്തെത്തി നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ ഹാഫ് സി ആയി. ക്ലിയർ? അപ്പം ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് തന്നെ എടുക്കുക. ക്ലിയർ? ക്ലാസ്സിനെ കുറിച്ച് അവെയറായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ ആണല്ലോ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർഡറിൽ പറയാൻ വേണ്ടി പറ്റുമെന്ന് പറയണം. ജീവൻ സ്റ്റാർട്ട് ഫുട്വെയർ ഷോപ്പിനും ജീവൻ ഫുഡ്വേഴ്സ് വിത്ത് ക്യാഷ്. രണ്ട് അക്കൗണ്ടുകൾ ഓർഡറിൽ പറയുമ്പോൾ ക്യാഷ് വന്നു, അതുകൊണ്ട് ഡെബിറ്റ്. ജീവൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലോ അതേ വരുന്നത്, അയാൾ ഗീവറാണ്. അപ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് ക്യാപിറ്റൽ. ഓപ്പൺ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. ഓപ്പൺ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു, ബാങ്ക് റിസീവറാണ്, ഡെബിറ്റ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. രണ്ട് റിയല. ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. സോ ഫർണിച്ചർ ക്യാഷ് ഓർഡർ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ക്യാഷ് റിയൽ പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. പർച്ചേസസ് ക്യാഷ് ഓർഡർ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. പർച്ചേസസ് എക്സ്പെൻസ് ഡെബിറ്റ്. ഗോപിക നമുക്കൊരു ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. ദെൻ പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ഫോർ ക്യാഷ്. ക്യാരേജ് ഇൻവേർട്സ് എക്സ്പെൻസ് ഡെബിറ്റ്. ക്യാഷ് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. ക്യാരേജ് ഇൻവേർട്സ് ക്യാഷ് ഓർഡർ. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു, ക്യാഷ് വന്നു, ഡെബിറ്റ്. ക്യാഷ് റിയൽ വന്നു, ഡെബിറ്റ്. ബാങ്ക് ഗീവറാണ്, ക്രെഡിറ്റ്. ഇപ്പോൾ ക്യാഷ് ബാങ്ക്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് വന്നു, ഡെബിറ്റ്. സെയിൽസ് ഇൻകം ആണ്, ക്രെഡിറ്റ്. ക്യാഷ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഗിൽ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഗിൽ. അഗിലിന് വിറ്റു. അഗിൽ റിസീവറാണ്, ഡെബിറ്റ്. സെയിൽസ് നമ്മുടെ ഒരു ഇൻകം ആണ്, ക്രെഡിറ്റ്. ദെൻ പെയ്ഡ് ക്യാഷ് ടു ഗോപിക. ഗോപിക്ക് ക്യാഷ് നമ്മൾ കൊടുത്തു, ഗോപിക അവിടെ റിസീവറാണ്, അതുകൊണ്ട് ഗോപിക്ക് ഡെബിറ്റ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. റൂൾ അത്രയ്ക്ക് അറിയണേ. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം അഗിൽ. അഗിൽ എടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് വന്നു, അതുകൊണ്ട് ഡെബിറ്റ്. അഗിൽ ഗീവറാണ്, ക്യാഷ് തന്ന ആളാണ്, ക്രെഡിറ്റ്. ദെൻ റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്. കമ്മീഷൻ കിട്ടി ക്യാഷായിട്ട്, ക്യാഷ് വന്നു, അതുകൊണ്ട് ഡെബിറ്റ്. കമ്മീഷൻ ഒരു ഇൻകം ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ഇപ്പോൾ രണ്ട് വാക്ക്. ഡ്രോയിങ്സ് ക്യാഷ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പം ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ജീവനെ കരുതിക്കണം, ഓണറെ കരുതിക്കണം. ഓണർ അവിടെ റിസീവറാണ്, ഡെബിറ്റ്. അതായത് ഡ്രോയിങ്സ് ഡെബിറ്റ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ബാങ്ക് നമുക്ക് റിസീവറാണ്, പൈസ വന്നു അവിടെ, ഡെബിറ്റ്. സെയിൽസ് നമ്മുടെ ഒരു ഇൻകം ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ക്യാഷ് റിയൽ പോയി, ക്യാഷ് ക്രെഡിറ്റ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻറ്റർ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ബാങ്ക് ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. റൂൾ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇനി ഇത് പറയുമ്പോൾ ജീവൻ സ്റ്റാർട്ട് ഫുഡ്വെയർ ഷോപ്പ് നെയിം ജീവൻ ഫുഡ്വേഴ്സ് വിത്ത് ക്യാഷ്. ക്യാഷ് ക്യാപിറ്റൽ. ഓപ്പൺ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റ് ക്യാഷ്. ബാങ്ക് ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസ് ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. പർച്ചേസസ് ഗോപിക. പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. ക്യാരേജ് ഇൻവേർട്സ് ക്യാഷ്. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബാങ്ക്. ദെൻ സോൾഡ്. ഇത് ഓർഡർ തെറ്റിപ്പോയാലും മാർക്ക് പോവേ. രണ്ട് പേര് ശരിയാണ്, പക്ഷേ ഓർഡർ തെറ്റി, അത് തെറ്റാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഗിൽ. അഗിൽ സെയിൽസ്. പെയ്ഡ് ക്യാഷ് ടു ഗോപിക. ഗോപിക ക്യാഷ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം അഗിൽ. ക്യാഷ് അഗിൽ. റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്. ക്യാഷ് കമ്മീഷൻ. ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ഡ്രോയിങ്സ് ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ബാങ്ക് സെയിൽസ്. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി ക്യാഷ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻറ്റ് ബാങ്ക്. ഇത്രയും കിട്ടിയാൽ മതി. ഒന്ന് കിട്ടിയാൽ അടുത്ത് ഓട്ടോമാറ്റിക്കലി കിട്ടുള്ളൂ, പക്ഷേ രണ്ടും ചിന്തിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? അതായത്
ഒരു ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ തന്നെ അക്കൗണ്ടുകൾ ഇതേപോലെ ഓർഡറിൽ എഴുതാനും പഠിച്ചിരിക്കണം. അപ്പോൾ കൺഫ്യൂഷനോ? ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞാലോ? ക്യാഷ് വന്നു ബാങ്കിൽ നിന്ന്, അപ്പോൾ ബാങ്ക് ഗീവറാണ്, അപ്പോൾ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്ക് ക്യാഷ് എന്ന് പറഞ്ഞാലോ? ബാങ്ക് റിസീവറാണ്, ക്യാഷ് പോയി, അപ്പോൾ ബാങ്കോട് ക്യാഷ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു. ദെൻ ഗോപിക ക്യാഷ് എന്ന് പറഞ്ഞാലോ? ഗോപിക റിസീവറാണ്, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ നമ്മൾ ഗോപിക്ക് ക്യാഷ് കൊടുത്തു. ക്യാഷ് അഖിൽ എന്ന് പറഞ്ഞാലോ? ക്യാഷ് വന്നു, അഖിൽ ആ ഗീവറാണ്, അപ്പോൾ അഖിലിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി. ഈസ് ഇറ്റ് ക്ലിയർ? ക്യാഷ് ഫർണിച്ചർ ക്യാഷ് എന്ന് പറഞ്ഞാലോ? ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. ഈ ക്യാഷ് ഫർണിച്ചർ ആണെങ്കിലോ? ക്യാഷ് വന്നു, ഫർണിച്ചർ പോയി. ദാറ്റ് മീൻസ് ഫർണിച്ചർ വിറ്റു. ഇപ്പം ഇനി ആ കൺഫ്യൂഷൻ വരുമോ? ഞാനോട് ചോദിക്കാം. ക്യാഷ് ബാങ്കിൽ നല്ല എഴുതുന്നത്, ഒന്നെങ്കിൽ ബാങ്കേ ക്യാഷ് എന്ന് എഴുതും. എങ്ങനെ? ഒരു ഓർഡറിൽ ഇങ്ങനെയല്ലല്ലോ എഴുതുന്നത്, കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി. ഒന്നെങ്കിൽ നമ്മൾ ക്യാഷ് ബാങ്കിൽ നിന്നായിരിക്കും എഴുതുന്നത്. ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ബാങ്ക് ക്യാഷ് എന്ന് പറഞ്ഞാലോ? ക്യാഷ് ഡിപ്പോസിറ്റ് ഇൻ ബാങ്ക്. ലക്ഷ്മി ക്യാഷ് എന്ന് പറഞ്ഞാലോ? ലക്ഷ്മിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ക്യാഷ് ലക്ഷ്മി എന്ന് പറഞ്ഞാലോ? ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. പർച്ചേസസ് അസ്ന എന്ന് പറഞ്ഞാലോ? അസ്നയുടെ അടുത്ത് നമ്മൾ ഗുഡ്സ് മേടിച്ചു. അലീന സെയിൽസ് എന്ന് പറഞ്ഞാലോ? അലീനയ്ക്ക് നമ്മൾ ഗുഡ്സ് വിറ്റു. ക്യാഷ് ഫർണിച്ചർ എന്ന് പറഞ്ഞാലോ? ഫർണിച്ചർ വിറ്റു, ക്യാഷ് കിട്ടി. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ മാറിയില്ലേ? ഇനി ഇത് നോക്കിയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ പറയാൻ പറ്റും നോക്കാം. ക്യാഷ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാഷ് വന്നു, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണർ കൊണ്ടെത്തുന്നു, ഓണർ ഗീവറാണ്, ക്രെഡിറ്റ്. ബാങ്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാങ്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ഫർണിച്ചർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് കൊടുത്തു. പർച്ചേസസ് ക്യാഷ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസ് അഖില എന്ന് പറഞ്ഞാൽ അഖിലയുടെ അടുത്ത് നമ്മൾ ഗുഡ്സ് കടത്തിന് മേടിച്ചു. ക്യാരേജ് ഇൻവേഴ്സ് ക്യാഷ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി കൊടുത്തു, ക്യാഷ് പോയി. ദെൻ ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിറ്റു, ക്യാഷ് കിട്ടി. അഖിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിറ്റു, അഖിലിനെ കിട്ടിയെന്നല്ല, അഖിലിന് നമ്മൾ ഗുഡ്സ് കടത്തിന് വിറ്റു. ഗോപി ക്യാഷ് എന്ന് പറഞ്ഞാൽ ഗോപിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ക്യാഷ് അഖിൽ എന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ അടുത്ത് ക്യാഷ് കിട്ടി. ക്യാഷ് കമ്മീഷൻ കിട്ടി. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓണർ ക്യാഷ് എടുത്തുകൊണ്ട് പോയി. ബാങ്ക് സെയിൽസ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പൈസ വന്നു, സെയിൽസ് ഗുഡ്സ് വിറ്റു, പൈസ ബാങ്കിൽ വന്നു. സാലറി ക്യാഷ് സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, എങ്ങനെ ബാങ്കിൽ നിന്ന്. ഇങ്ങനെ ഒരു ഡെബിറ്റും ക്രെഡിറ്റും കാണുമ്പോൾ ഇന്നതാണ് ട്രാൻസാക്ഷൻ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പറയാൻ പറ്റണം. അതിനോ റൂൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അതിൻ്റെ റൂൾ ഏതാണ് കറക്റ്റ് അറിയണം, പേരും കറക്റ്റായിട്ട് അറിയണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അക്കൗണ്ട്സിലെ മെയിൻ 3 സ്റ്റെപ്പ് ജേണൽ എൻട്രി എഴുതണമെങ്കിൽ ആ 3 സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കണം. ചിലരെ ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന നേരെ എൻട്രി അങ്ങ് എഴുതാനായിരിക്കും, കാണാപ്പാടം ബൈഹാർട്ട്. ഇതാണെങ്കിൽ ഇങ്ങനെ എഴുതണം, അങ്ങനെ പഠിച്ചാലോ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ സിക്ക് വരാൻ. അതാണ് നമ്മൾ ഈ വീഡിയോയുടെ പർപ്പസ്. ഓക്കെ, ക്ലിയർ? ഇനി ജേണലിലേക്ക് എങ്ങനെ എഴുതും? ജേണലിലേക്ക് ഫുൾ എഴുതുമ്പോൾ എങ്ങനെ? ജീവൻ സ്റ്റാർട്ട് ഫുഡ് വെയർ ഷോപ്പ്, ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡേൺ അപ്രോച്ച് ഉണ്ട്, ഞാൻ അതുകൂടി ഇപ്പം തന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്നില്ല. ട്രഡീഷണൽ അത് സെറ്റ് ആവട്ടെ. പ്രിപ്പയർ ജേണൽ ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2025. ജീവൻ സ്റ്റാർട്ട് ഫുഡ് വെയർ ഷോപ്പ് നെയിം ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. അപ്പോൾ ആദ്യം ഡേറ്റ് കോൾ എടുത്തിട്ട് ഡേറ്റ് അങ്ങ് എഴുതണം. ഡേറ്റ് കോൾ എടുത്തിട്ട് ഡേറ്റ് 1/3/25. ഡേറ്റ് എങ്ങനെ വേണമെങ്കിലും എഴുതാൻ കേട്ടോ, 1/3/25. ക്വസ്റ്റിനെ തന്ന പോലെ തന്നെ എഴുതിക്കും. ജീവൻ സ്റ്റാർട്ട് ഫുഡ് വെയർ ഷോപ്പ് ജീവൻ ഫുഡ് വേസ്റ്റ് വിത്ത് ക്യാഷ്. അപ്പോൾ ഏതൊക്കെ വരും? ക്യാഷ് വന്നു, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതും? ക്യാഷ് കഴിഞ്ഞിട്ട് A/C എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്. A/C എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട്. ഇത് ഫുൾ ഫോം എഴുതുന്നതിന് പകരം വേണമെങ്കിൽ A/C ക്യാഷ് അക്കൗണ്ട്. പിന്നെ അത് ഡെബിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ പേജിൻ്റെ പർട്ടിക്കുലർ കോളത്തിൻ്റെ എൻഡിൽ ഒരു ഡെറ്റർ, ക്രെഡിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു 2. അപ്പോൾ ഇങ്ങനെ എഴുതണം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ചുമ്മാ ക്യാഷ് ക്യാപിറ്റൽ എന്നല്ല, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ക്യാഷ് ഡെബിറ്റിന് ശേഷം ഡെറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ അല്ല കേട്ടോ, ഡെറ്റർ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ടു ക്യാപിറ്റൽ. 2 എന്ന് പറഞ്ഞാൽ എന്തിനാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണെന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. 2ന് ശേഷം എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് ആയിരിക്കും. സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 80,000. എമൗണ്ട് കോളത്തിൽ ക്യാഷിൻ്റെ നേരെ ഡെബിറ്റ്, ക്യാപിറ്റലിലെ ക്രെഡിറ്റ്, അതിൻ്റെ നേരെ ആ കോളത്തിൽ കേട്ടോ. രണ്ടും ഒരേ എമൗണ്ട് കോളം, രണ്ട് നേരെയല്ല. ക്രെഡിറ്റിന് നേരെ ക്രെഡിറ്റിൻ്റെ എമൗണ്ട്, ഡെബിറ്റിന് നേരെ ഡെബിറ്റിൻ്റെ എമൗണ്ട്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക നമുക്കറിയാലോ. പർട്ടിക്കുലേഴ്സ് കോളത്തിലോ ഡെബിറ്റിന് നേരെ ഡെബിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുക, ക്രെഡിറ്റിന് നേരെ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എന്താ? അക്കൗണ്ടുകളിൽ ഇരുന്ന ഓർഡർ. അപ്പോൾ ഇനി ഇതൊന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അക്കൗണ്ട്സ് അത്ര ബോധമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ട്രാൻസാക്ഷൻ ഒന്ന് നരേറ്റ് ചെയ്യണം. ഇതിനാണ് നരേഷൻ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബീങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ക്യാപിറ്റൽ കിട്ടി, ബീങ് ക്യാഷ് ഗിവൺ ബൈ ഓണർ. ഇങ്ങനെയെങ്കിലും നരേഷൻ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ എൻട്രി ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. ഇത് മാറിയാൽ തെറ്റാം, പേര് മാറിയാലും ഓർഡർ മാറിയാലും. ഇസ് ഇറ്റ് ക്ലിയർ? ഈ പിന്നെ അടുത്തത് ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. ഓർഡർ പറ. ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്ക് റിസീവറാണ്, ക്യാഷ് പോയി. അപ്പം ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എങ്ങനെ എഴുതണം? ഡേറ്റ് കോളത്തിൽ ഡേറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എത്ര? 30,000. പിന്നെ ഒരു ഡെബിറ്റും ക്രെഡിറ്റും കഴിയുമ്പോൾ ആ പർട്ടിക്കുലേഴ്സ് കോളം ക്ലോസ് ചെയ്യണം. ബീങ് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. ഈ ബീങ് കമ്പൽസറി ആണെന്ന് വെച്ചാൽ നരേഷൻ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി, അതിനൊരു പ്രശ്നമില്ല കേട്ടോ. അത് ഇങ്ങനെ എഴുതണമെന്ന് റൂളും ഇല്ല. പക്ഷേ എൻട്രി ഇങ്ങനെ എഴുതണമെന്ന് റൂളുണ്ട്.
അപ്പം ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബീങ് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം നരേഷൻ. സോ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 30,000. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നതെന്ന് അറിയോ? 1325 ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 80,000. എമൗണ്ട് രണ്ട് സെയിം ആയതുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 30,000. ഇനി അടുത്തത് 5325 എന്താ? പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. എങ്ങനെ എഴുതണമായിരിക്കും? ഫർണിച്ചർ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ് അല്ലേ? ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 20,000. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. സോറി, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പം 9/3/25 ഡേറ്റ് പോലത്തെ ഡേറ്റ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 15,000. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടെ ചോദിക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. പർച്ചേസസ് എക്സ്പെൻസ് ആണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഗോപിക ഗീവർ ആണ്, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപിക അക്കൗണ്ട് 10,000. അങ്ങനെ വേണം പറയാൻ. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപിക അക്കൗണ്ട്. 2 പറഞ്ഞതിന് ശേഷം വരുന്നത് ക്രെഡിറ്റ് ആയിരിക്കും. ആദ്യം പറയുന്നത് ഡെബിറ്റ്, പിന്നെ 2ന് ശേഷം വരുന്ന ക്രെഡിറ്റ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപിക അക്കൗണ്ട് 10,000. ദെൻ 12/3/25 പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. ക്യാരേജ് ഇൻവേർട്സ് എക്സ്പെൻസ് ആണ്, അപ്പോൾ ഡെബിറ്റ്. ക്യാഷ് പോയി, റിയൽ പോയി, അപ്പോൾ ക്രെഡിറ്റ്. അപ്പം എൻട്രി ക്യാരേജ് ഇൻവേർട്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 1000. ബീങ് ക്യാരേജ് ഇൻവേർട്സ് പെയ്ഡ്. ബീങ് കമ്പൽസറി ആണെന്ന് വെച്ചാൽ കമ്പൽസറി അല്ല. നരേഷൻ ഇങ്ങനെ എഴുതുന്ന റൂൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ റൂളില്ല. ദെൻ അടുത്തത് 15/3/25 വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. എന്തൊക്കെ വേണം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ വിഡ്രൂ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇതൊക്കെ വരും. ക്യാഷ് വന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസ്. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 10,000 ബീങ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ദെൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിലിൽ നമ്മൾ ഗുഡ്സ് വിറ്റു. അഖിൽ പൈസ തരണം, റിസീവറാണ്, ഡെബിറ്റ്. അഖിൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഇൻകം ആണ്, ക്രെഡിറ്റ്. ഗുഡ്സ് വിറ്റ് എന്താണ് സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും കേട്ടോ, ഇൻകം. അഖിൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 20,000 ബീങ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ദെൻ പെയ്ഡ് ക്യാഷ് ടു ഗോപിക്ക് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്തു. ഗോപിക്ക് റിസീവർ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് പോയി ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ഗോപിക അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 4,000. ദെൻ അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിലെടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അഖിൽ ഗീവറാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അഖിൽ എത്ര? 12,000. അടുത്തത് 27/3 റിസീവ്ഡ് കമ്മീഷൻ കമ്മീഷൻ കിട്ടി. അപ്പോൾ ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് 12,000. അടുത്തത് 29/3 ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ജീവൻ ക്യാഷ് എടുത്തുകൊണ്ട് പോയി. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഓണർ റിസീവറാണ്, ഡെബിറ്റ്. ക്യാഷ് പോവുകയും ചെയ്തു. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 1,000 ബീങ് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. നരേഷനും എഴുതണം കേട്ടോ. ദെൻ പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സാലറി ക്യാഷ്. അടുത്തത് ലാസ്റ്റ് വൺ പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻറ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. റെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക്. ഒന്ന് കിട്ടിയ അടുത്ത് ഓട്ടോമാറ്റിക്കലി കിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പം ഇതെങ്ങനെ വായിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതെങ്ങനെ വായിക്കുന്നത്? ഇതെങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ ഇതെങ്ങനെ വായിക്കണം? 1325 ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ 80,000. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ 80,000. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 30,000. അടുത്തത് 5325 ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 20,000. ദെൻ ഇങ്ങനെ ജേണൽ എഴുതുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ജേണലൈസിങ്. ട്രാൻസാക്ഷൻ നോക്കി ഇങ്ങനെ ജേണലിലേക്ക് എഴുതുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ജേണലൈസിങ്. ഇതിനെയാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ജേണൽ എൻട്രി ഇട്ട്. ദെൻ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 20,000. പർച്ചേസസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 15,000. 11/3/25 പർച്ചേസസ് അക്കൗണ്ട് ടു ഗോപിക അക്കൗണ്ട് 10,000. അടുത്തത് 12/3/25 ക്യാരേജ് ഇൻവേർട്സ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 1,000. ദെൻ ക്യാഷ് അക്കൗണ്ട് 15/3/25 ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് 5,000. ദെൻ അമൗണ്ടൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഡെബിറ്റിന് നേരെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റിന് നേരെ ക്രെഡിറ്റ് എമൗണ്ട്, അലൈൻമെൻറ്റ് നോക്കിയോണേ. ദെൻ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് 10,000. ദെൻ 18/3/25 അഖിൽ അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട്. ഈ അലൈൻമെൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു വരയിട്ട് അത്യാവശ്യം വീതി നീളമുള്ള ഒരു വലിയ ബുക്ക്, സ്പേസും വേണ്ടേ, വരയിട്ടൊരു ബുക്ക്, റൂൾഡ് പേപ്പർ ബുക്ക് മേടിച്ചുകൊണ്ട് വേണം ക്ലാസ്സിൽ വരാൻ കേട്ടോ. ദെൻ ഗോപിക അക്കൗണ്ട് ടു ക്യാഷ് 4,000. ക്യാഷ് അക്കൗണ്ട് ടു അഖിൽ 12,000. ദെൻ ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ 2,000. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ് 1,000. ബാങ്ക് അക്കൗണ്ട് ടു സെയിൽസ് 10,000. സാലറി അക്കൗണ്ട് ടു ക്യാഷ് 5,000. റെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് 2,000. ഇങ്ങനെയാണ് ജേണൽ വായിക്കേണ്ടത്. പക്ഷേ CA നമ്മൾ വായിക്കുമ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കാണുമ്പോൾ തന്നെ ഈ നരേഷൻ ഇല്ലാതെ തന്നെ ഈ ട്രാൻസാക്ഷൻ നമുക്ക് പറയാൻ പറ്റണം. ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ട്രാൻസാക്ഷൻ പറയാനും പറ്റണം കേട്ടോ.
ഞാൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ജീവൻ സാറ്റർഡേ ഫുഡ്വെയർ ഷോപ്പിനും ജീവൻ ഫുഡ്വെയർസ് ക്യാഷ്. അപ്പോൾ 1325 എങ്ങനെ വായിക്കണം? ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് 80,000. അടുത്തത് 3325 ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട് 30,000. 5325 പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ഫർണിച്ചർ മേടിച്ചു. ഫർണിച്ചർ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട് 20,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ 9325 പർച്ചേസസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 15,000. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗോപിക. അപ്പോൾ 11,325 പർച്ചേസസ് അക്കൗണ്ട് ഇട്ടിട്ട് ഗോപിക 10,000. ഇതേപോലെ പറയാനുള്ള സ്പീഡിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എത്തണം. പെയ്ഡ് ക്യാരേജ് ഇൻവെർട്സ് ത്രൂ ക്യാഷ് 1000. 12,325 ക്യാരേജ് ഇൻവെർട്സ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 1000. 15,325 വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. അപ്പോൾ 15,325 ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് 5,000. ഓർഡർ തെറ്റരുത്, പേര് തെറ്റരുത്, എല്ലാം പക്കയായിരിക്കണം. 16,325 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ 16,325 ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ് 10,000. അടുത്തത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അഖിൽ 20,000. അപ്പം 18,325 അഖിൽ അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ് 20,000. 23,325 പെയ്ഡ് ക്യാഷ് ടു ഗോപിക. ഗോപിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ഗോപിക റിസീവറാണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് റിയൽ പോയി ക്രെഡിറ്റ് ചെയ്യണം. സോ 23,325 ഗോപിക അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 4,000. അടുത്തത് 25,325 റിസീവ്ഡ് ക്യാഷ് ഫ്രം അഖിൽ. അഖിലെടുത്ത് ക്യാഷ് കിട്ടി. അപ്പോൾ 25,325 ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് അഖിൽ 12,000. 27,3 റിസീവ്ഡ് കമ്മീഷൻ ത്രൂ ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് കമ്മീഷൻ 2,000. അടുത്തത് ജീവൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് 10,000. ഡ്രോയിങ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 1,000. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെന്റ് ഇൻ ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ് 10,000. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 5,000. പെയ്ഡ് റെന്റ് ത്രൂ ബാങ്ക്. റെന്റ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് 2,000. ഇങ്ങനെ മനസ്സിലാക്കി നമ്മളോരോ കാര്യങ്ങൾ ചെയ്യും, പഠിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൻ്റെ ഒരു ഡെമോയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അക്കൗണ്ട്സിൻ്റെ ഒരു ഡെമോയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഫൗണ്ടേഷനിൽ നമുക്ക് എന്തൊക്കെ അക്കൗണ്ട്സ് പഠിക്കാനുള്ളത്? കുറച്ച് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ്, എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവും. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, ഇപ്പോൾ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, അക്കൗണ്ടിങ് സ്റ്റാർട്ട് ഓഫ് അക്കൗണ്ടിങ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ്, അങ്ങനെയുള്ള സാധനങ്ങൾ, കുറച്ച് തിയറീസ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത് കുറേ തിയറി, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് തിയറികൾ പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് പ്രോസസ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, സബ്സിഡറി ബുക്സ്, ദെൻ ക്യാഷ് ബുക്ക്, റെക്ടിഫിക്കേഷൻസ്, അതുവരെ അതിനകത്ത് പഠിക്കാനുണ്ട്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ, ഇൻവെൻട്രീസ് പുതിയതായിരിക്കും ചിലപ്പം, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രൊവിൻഷ്യൽ നോട്ട്, അതിൻ്റെ അക്കൗണ്ടിങ് പ്രിപ്പറേഷൻ, ഫൈനൽ അക്കൗണ്ട്സ്, സോൾ പ്രിപ്പറേഷൻ, ഒരു ട്രയൽ ബാലൻസ് തരും, അതിൽ നിന്ന് P&L ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, റിസീവ്സ് പേയ്മെൻറ്റ്, ഇൻകം എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ അക്കൗണ്ട്സ് ഫ്രം ഇൻകം റെക്കോർഡ്സ്, പ്രോപ്പർ അല്ലാത്തൊരു അക്കൗണ്ട്സ് നമ്മൾ എങ്ങനെ അക്കൗണ്ട്സ് റെഡിയാക്കാം, പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ എല്ലാം പഠിക്കാനുണ്ട്. ഇത് കൂടാതെ കുറച്ച് സാധനങ്ങളോട് എക്സ്ട്രാ പഠിക്കാനുണ്ട്. കമ്പനി അക്കൗണ്ട്സ്, കമ്പനിയുടെ ഷെയറിൻ്റെ അക്കൗണ്ടിങ്, ഡിബഞ്ചറിൻ്റെ അക്കൗണ്ടിങ്, ദെൻ ബോണസ് ഷെയറിൻ്റെ അക്കൗണ്ടിങ്, റൈറ്റ് ഷെയറിൻ്റെ അക്കൗണ്ടിങ്, ദെൻ പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷൻ, ഡിബഞ്ചറിൻ്റെ റിഡംഷൻ, ഇത്രയും ടോപ്പിക്കുകളൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് നമുക്കിനി ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഇതൊരു സ്കോറിംഗ് പേപ്പറാണ്. മോർ ദാൻ 16 സ്കോർ ചെയ്യേണ്ട ഒരു പേപ്പറാണ് അക്കൗണ്ട്സ്. എളുപ്പമുള്ളൊരു പേപ്പറാണ്. CA ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ്. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിനെ ചുറ്റി കറങ്ങുന്ന കുറച്ച് സബ്ജക്റ്റുകളാണ് നമുക്ക് CA സിലബസിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത്. സോ അക്കൗണ്ടിങ് ക്ലാരിറ്റിയോടെ മനസ്സിലാക്കി പഠിക്കുന്നു. അതിനുവേണ്ടി ഞാനൊരു ബേസിക് പ്രോബ്ലം, അതിനെ ഞാൻ ഈ മോഡേൺ അപ്രോച്ചിലേക്ക് കടന്നിട്ടില്ല, കാരണം രണ്ടും കൂടെ കിട്ടി നിങ്ങൾ കൺഫ്യൂഷൻ ആവുക. ട്രഡീഷണൽ എങ്കിലും സ്ട്രോങ് ആക്കി വെക്കുക, എങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നു എന്ന് അറിയുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ കറക്റ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്കോറിംഗ് ആണ്. ക്ലിയർ? പിന്നെ +2 നിങ്ങളുടെ മാർക്കൊന്നുമല്ല നമ്മൾ CA ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ക്ലിയർ? പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മനസ്സ് മാറി. കാരണം ലൈഫിലെ എപ്പോഴും സാർമാർ പറയുന്നൊരു ഡയലോഗാണ്, SSLC ആവുമ്പോൾ പറയും, അയ്യോ ഇതാണ് ടേണിംഗ് പോയിന്റ്. എന്ത് ടേണിംഗ് പോയിന്റ്? +1 അഡ്മിഷൻ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് കിട്ടണമെങ്കിൽ അതൊരു ടേണിംഗ് പോയിന്റ്, അത്രേ ഉള്ളൂ അതിൻ്റെ വില. ഇനി +2 മാർക്ക് കോളേജിലേക്ക് നിങ്ങളൊരു അഡ്മിഷന് പോകുന്നെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ കിട്ടണമെങ്കിൽ അതൊരു ടേണിംഗ് പോയിന്റാണ്. നിങ്ങൾ CAക്ക് വരാനാണെങ്കിൽ പോകുന്നെങ്കിലോ ഇതുവരെ ഉള്ളതൊന്നും ടേണിംഗ് പോയിന്റ് അല്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് വന്ന് ചെയ്തു എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടല്ലോ, ഇനിയുള്ള ഒരു 4-5 വർഷം നിങ്ങൾ എന്ത് ചെയ്തു ആഫ്റ്റർ +2, 18 to 23, 24, 25, അതാണ് നിങ്ങളുടെ ലൈഫ് ലോങ് ഒരു 60, 70, 50 എത്രയാണെങ്കിലും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. സോ CAനെ പോലെ ഒരു റോയലായിട്ട് രാജാവിനെ പോലെ ജീവിക്കണം. കഷ്ടപ്പെടുക, ഈ ഒരു വർഷം നന്നായിട്ട് കഷ്ടപ്പെടുക, നന്നായിട്ട് ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? സമൂഹത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു CA എന്ന റെസ്പെക്റ്റോടെ പറയാനും ഒരു പൊസിഷനിൽ ഇരിക്കാനും വലിയ വലിയ കമ്പനിയുടെ വലിയ ടോപ്പ് പൊസിഷനിലേക്കും എത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പം ശേഷം നമുക്കിനി ക്ലാസ്സിൽ കാണാം.